We obviously raise funds for the institute research purpose, for student purposes, student related activities, for infrastructure and all of that. The next generation entrepreneurs, their next generation of those leaders, many of them are have a different outlook than from the traditional billionaires, and I mean the traditional leaders and all of them. These people are educated in Western universities and other places, so they are actually willing to invest in science and technology research. They are actually willing to invest in institutional building, in building top class, world class universities in India. കഴിഞ്ഞ 4 വർഷത്തായിട്ട് നോക്കി കഴിഞ്ഞാൽ 1700 കോടിയിലധികം 4-5 വർഷമായിട്ട് നമ്മൾ റേസ് ചെയ്തു. ദാറ്റ്സ് എ സീരിയസ് എമൗണ്ട് ഓഫ് മണി. അത്രയും പൈസ നമ്മൾ റേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഓർഗനൈസേഷൻ, പ്രൊഫഷണലി റൺ ഓർഗനൈസേഷൻ ഇല്ലാതെ നമുക്കതൊരു പാർട്ട് ടൈം ജോബായിട്ട് ചെയ്യാൻ പറ്റില്ല. കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട്, അല്ലെങ്കിൽ ക്വിസായിട്ടുള്ള സൂപ്പർ ആയിട്ട് ഇപ്പം അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഫഷണൽസ് അതിന്റെ അലംനെ ആയിട്ടുണ്ട്. പക്ഷെ ഹൗ വെൽ ആർ വി ലീവറേജിങ് ദോസ് അലംനെ എക്സ്പെർട്ടീസ്? 2047 ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാകുമെന്നാണ് കേന്ദ്ര സർക്കാർ നമുക്ക് നൽകുന്ന പ്രതീക്ഷ. ശാസ്ത്ര സാങ്കേതിക പുരോഗതിയിലൂടെ മാത്രമേ നമുക്ക് ആ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കൂ. എന്നാൽ GDPയുടെ 0.64% മാത്രമാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ നമ്മുടെ രാജ്യം ചിലവാക്കുന്നത്. ഇതിൽ തന്നെ 64% പബ്ലിക് സെക്ടറിൽ നിന്ന് മാത്രമാണ്. വികസിത രാജ്യങ്ങളുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ശരാശരി GDPയുടെ 4%-ലധികം ശാസ്ത്ര സാങ്കേതിക രംഗത്തേക്ക് ചിലവാക്കുമ്പോൾ അതിൽ 3/4 പങ്കും നിർവഹിക്കുന്നത് സ്വകാര്യ മേഖലയാണ്. ഇന്ത്യയിലെ സ്വകാര്യ മേഖല റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ നിക്ഷേപം നടത്താൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? നമസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസ് സയൻസ് ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓണ്ടർപ്രണർഷിപ്പിലും ഇന്നോവേഷൻ എക്കോസിസ്റ്റത്തിലും ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് കൾച്ചറിലും രാജ്യത്ത് 1-ാം സ്ഥാനത്ത് തുടരുന്ന ചെന്നൈ IITയിലെ ഓഫീസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അഡ്വാൻസ്മെൻറ്റ് CEO ആയ ശ്രീ കവിരാജ് നായർ ആണ് ഇന്ന് സയൻസ് ടോക്കിൽ അതിഥി. ചെന്നൈ IITയുടെ തന്നെ അലുമിനി ആയ കവിരാജ് IIM ബാംഗ്ലൂരിൽ നിന്നും മാനേജ്മെൻറ്റിൽ മാസ്റ്റേഴ്സ് നേടിയതിനു ശേഷം ടാറ്റ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ പ്രവേശിച്ചു. 8 വർഷത്തോളം ടാറ്റ ഗ്രൂപ്പിൻ്റെ വിവിധ കമ്പനികളിൽ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ പ്രവർത്തിച്ചതിന് ശേഷം ജനറൽ ഇലക്ട്രിക്കൽസിലും സ്റ്റാർ TV നെറ്റ്വർക്കിലും IBS സോഫ്റ്റ്വെയറിലും വിവിധ നേതൃത്വ മാനേജ്മെൻറ്റ് ചുമതലകൾ നിർവഹിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇൻഡസ്ട്രി അക്കാദമിയ കൊളാബറേഷൻ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കോർപ്പറേറ്റ് പാർട്ട്ണർഷിപ്പിലൂടെയും അലൂമിനി നെറ്റ്വർക്കിലൂടെയും IIT ചെന്നൈക്ക് ഗവേഷണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി 1700 കോടി രൂപയിലധികം ഫണ്ട് സമാഹരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. സയൻസ് ടോക്കിലേക്ക് സ്വാഗതം ശ്രീ കവിരാജ് നായർ. താങ്ക് യു സോ മച്ച്. ഇന്നോവേഷനിലാണെങ്കിലും സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിലായാലും ഡീപ് ടെക് റിസർച്ചിലായാലും അവ സ്കെയിലപ്പ് ചെയ്യുന്നതിലും ചെന്നൈ IIT തുടർച്ചയായി രാജ്യത്ത് 1-ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. അപ്പോൾ എന്താണ് ഈ സക്സസ് സ്റ്റോറിയുടെ അടിസ്ഥാനം? അതുപോലെ തന്നെ അതിൽ അലുമിനി നെറ്റ്വർക്കിന് നല്ല റോളുണ്ടെന്നറിയാം. ഇപ്പോൾ ഓഫീസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അഡ്വാൻസ്മെൻറ്റ് CEO എന്ന നിലയിൽ താങ്കളുടെ പങ്ക് എന്താണ്? ആ സക്സസ് സ്റ്റോറി ഒന്ന് വിവരിക്കാമോ? IIT മദ്രാസ് എന്നുള്ളത് ഒരു ഇക്കോസിസ്റ്റമാണ്. അത് ഒരു സ്റ്റാൻഡ് ലോൺ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്നതിലുപരി തീർച്ചയായിട്ടും ഒരുപാട് ആസ്പെക്ട്സ് ഈ റാങ്കിങ്ങിലൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട് അല്ലേ. സോ ദ ക്വാളിറ്റി ഓഫ് ഫാക്കൽറ്റി, ദ ക്വാളിറ്റി ഓഫ് ഫാക്കൽറ്റി മെമ്പേഴ്സ്, ദ ക്വാളിറ്റി ഓഫ് സ്റ്റുഡൻസ്, the contribution of alumni, what are the levels at which your alumni are placed, the infrastructural capabilities or competence, all of that play a role in the ranking system. So ഈ ബ്രാൻഡ് IIT മദ്രാസ് എന്നുള്ള ഈ ബ്രാൻഡ് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടാക്കിയെടുത്തതല്ല. തീർച്ചയായിട്ടും ഒരുപാട് വർഷത്തെ കഠിനമായ പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഒരുപാട് വളരെ
കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ ഇതൊരു മിഷൻ, ഒരു വളരെ ഒരു ലൈഫ് ലോങ് മിഷൻ എന്ന രീതിയിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യമാണ്. അതിന് തീർച്ചയായിട്ടും അലംനയ്ക്ക് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. തീർച്ചയായിട്ടും ബാക്കിയുള്ള എല്ലാവരും, ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ റോള്, ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ റോള്, അവർ പബ്ലിഷ് ചെയ്യുന്ന പേപ്പേഴ്സ്, അതൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെയാണ് അലംനയ്ക്കുള്ള റോള്. ഇപ്പൊ നമ്മളുടെ അലംനൈ പലരും ഇപ്പൊ സിലിക്കൺ വാലിയിലൊക്കെ ഞാൻ ചെല്ലുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി തലയുയർത്തി നടക്കാൻ സാധിക്കാറുണ്ട്. IIT മദ്രാസിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ IIT മദ്രാസിന്റെ സ്റ്റുഡന്റ് അലംനസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് അവിടെ നടക്കാൻ കഴിയും. കാരണം അവിടെയുള്ള എല്ലാ ഡീപ് ടെക് കമ്പനികൾ, ഇപ്പം ടോപ്പ് 4 എടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ, ആമസോൺ or Facebook, I mean Meta, or any of these companies, if you look at them, the top leaders, top technology leaders, most of them are from IIT Madras itself or from the larger IIT ecosystem in the country. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ എഫേർട്ടിന്റെയും അവർ ചെയ്ത ജോലിയുടെയും അവർ ക്രിയേറ്റ് ചെയ്യുന്ന ക്രെഡിബിലിറ്റിയുടെയും അവരുണ്ടാക്കിയെടുത്ത ട്രസ്റ്റിന്റെ ഒക്കെ ഫലം പിന്നീടുള്ള യങ്ങർ ജനറേഷന് അത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ കോൺഫിഡൻസോട് കൂടി പറയാൻ പറ്റും, ഇപ്പൊ ഗൂഗിളിലൊക്കെ സീനിയർ ലെവലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ IIT മദ്രാസിൽ നിന്നാണ് അല്ലെങ്കിൽ IIT ഇക്കോസിസ്റ്റത്തിൽ നിന്ന് പഠിച്ചു വന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ട് ഓഫ് തിങ്സ് ആർ assumed that your analytical skills will be very good, your technical competence and technical prowess will be very good. Direct ആയിട്ട് പല സീനിയർ ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്റർവ്യൂ സ്റ്റേജസ് ഒക്കെ, if you are from an IIT ecosystem, yeah, I know that your fundamentals will be in place. So ആ അലംനയുടെ ആ കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും ഈ ഒരു ബ്രാൻഡ് ബിൽഡിംഗിലേക്കും, and it is a self fulfilling prophecy, right? It's a virtuous cycle. The more they contribute, the better it is for the younger generation, and it evolves. It has always been on an upward spiral so far that way. ഇപ്പം നമ്മൾ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഒക്കെ നോക്കുകയാണെങ്കിൽ മുംബൈ IIT, ഡൽഹി IIT ഒക്കെ വളരെ മുന്നിലാണ്. പക്ഷേ അവിടെ കൂടുതലും സ്റ്റാർട്ടപ്സ് പ്രവർത്തിക്കുന്നത് സോഫ്റ്റ്വെയർ രംഗത്തൊക്കെയാണ്. പക്ഷേ IIT മദ്രാസിനെ വേറിട്ട് നിർത്തുന്നത് ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് കൾച്ചറിലാണ്. അതെങ്ങനെയാണ് അവിടെ IITക്ക് അനിഷേധ്യമായി ഇങ്ങനെ വർഷങ്ങളായി ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും. ഞാൻ ഒരു വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ടോപ്പ് 3 IITs എടുത്തു കഴിഞ്ഞാൽ IIT മദ്രാസ്, ബോംബെ, ഡൽഹി, ഓൾ ഓഫ് ദം ആർ അറ്റ് സിമിലർ ലെവൽസ് ഓഫ് കോമ്പിറ്റൻസ്. ചെറിയ ചെറിയ വേരിയേഷൻസ് ചില ഡിപ്പാർട്ട്മെന്റിലോ ഫംഗ്ഷനിലോ ഉണ്ടായിരിക്കും. പക്ഷേ ഈ ടോപ്പ് 3 IITs മോർ ഓർ ലെസ് ഐ വുഡ് പെഗ് അലോങ് വിത്ത് IISc അറ്റ് സിമിലർ ലെവൽസ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ IIT മദ്രാസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളുടെ വി ഹാവ് ബീൻ ബ്ലെസ്ഡ് വിത്ത് എ സീരീസ് ഓഫ് ഡയറക്ടേഴ്സ് ഹു ഹാവ് റിയലി ചാമ്പ്യൻഡ് ദിസ് ഹോൾ ഇനിഷ്യേറ്റീവ്സ്. ഒരു മിഷൻ മോഡിലാണ് എപ്പോഴും നമ്മളത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഇപ്പം പല കാരണങ്ങൾ, ഇപ്പം റിസർച്ച് പാർക്കിന്റെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ IIT മദ്രാസ് റിസർച്ച് പാർക്ക് ഇസ് ദ ലാർജസ്റ്റ് ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഇൻ ദ കൺട്രി. അതിന് തന്നെ ഓരോ സ്റ്റേജസിലും നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ചെയ്തിട്ട് അത് ഒരു വളരെ കോർപ്പറേറ്റ് പോലെ തന്നെ നമ്മളത് പെർസ്യൂ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ടൈം പ്രൊഫസർ കാമക്കോടി, ദ കറന്റ് ഡയറക്ടർ ഓഫ് IIT മദ്രാസ്, ഹി സെഡ് ദാറ്റ് വി വിൽ ഹാവ് സ്റ്റാർട്ടപ്പ് ശതം ആസ് അവർ മിഷൻ. സ്റ്റാർട്ടപ്പ് ശതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 startups, meaningful startups coming out of the ecosystem every year. Not like the last mile delivery kind of startups, but really good deep tech startups. And then we work towards that, right? And it actually happened. ഈ വർഷം 112 സ്റ്റാർട്ടപ്പുകൾ, അതിന് മുമ്പ് 106 മീനിങ് സ്റ്റാർട്ടപ്സ് അവിടെ നിന്ന് നമുക്ക് ഇൻക്യുബേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതിൽ തന്നെ പലതും യൂണിക്കോൺ സ്റ്റേറ്റസ് അച്ചീവ് ചെയ്തതാണ്. ഇപ്പം എയ്തർ എനർജി അല്ലെങ്കിൽ യൂണിഫോർ, മെഡിബഡി, ലൈക്ക് ഓൾ ദീസ് തിങ്സ്. അതുപോലെ തന്നെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള അഗ്നികുൽ കോസ്മോസ് പോലുള്ള സ്റ്റാർട്ടപ്സ്, ഇതെല്ലാം അവിടുന്ന് വന്നതാണ്. പിന്നെ നമ്മളിപ്പം വേറൊരു കാര്യം ഇപ്പം മിഷൻ മോഡിൽ ചെയ്യുന്നത്, ഇപ്പം പാറ്റന്റ് ഡേ എന്നുള്ള ആ മിഷൻ അത് കൊണ്ടുവന്നു. ആൻഡ് ദെൻ the moment this mission is defined, it gets into the culture of the organization, it gets into the dialect and the conversations at every given opportunity. So എല്ലാ ഫംഗ്ഷനിലും നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കും. നമ്മളുടെ ക്യാമ്പസിൽ ഉണ്ടാകുന്ന എല്ലാ ഇവന്റിലും 365 പാറ്റേൺസ് ചെയ്തിരിക്കണം നമ്മൾ. ആൻഡ് ഇറ്റ് ബിക്കംസ് എ ഡെയിലി മന്ത്ര, റൈറ്റ്? ഇറ്റ് ഗെറ്റ്സ് ഇൻകോർപ്പറേറ്റഡ്. ഇറ്റ് ഈസ് നോട്ട് കൺസിഡർഡ് ആസ് എൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ടു പെർസ്യൂ ഇന്നോവേഷൻ ഓർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ക്രിയേഷൻ ഓർ എനി ഓഫ് ദാറ്റ്. ഇറ്റ് ബിക്കംസ് എ പാർട്ട് ഓഫ് യുവർ ഡെയിലി ലൈഫ്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം 430 സംതിങ് പാറ്റൻസ് ഫയൽ ചെയ്തു. അതിനു മുമ്പ് 412 ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു പാറ്റന്റ് എന്നുള്ള അത് തീർച്ചയായിട്ടും നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു. ഇത് ഇനി നമ്മൾ നോക്കുന്നത് 1000 പാറ്റൻസിലേക്കാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഞങ്ങളുടെ ഓഫീസിനെ പറ്റി നോക്കുകയാണെങ്കിൽ,
wanted to we obviously raise funds for the institute research purpose, for student purposes, student related activities, for infrastructure and all of that. അതിൽ തന്നെ നമ്മൾ ഒഡേഷ്യസ് ടാർഗറ്റ് ആണ്. ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് നമ്മളൊരു 100 crores a year ആയിരുന്നു റേസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിപ്പോ ഈ വർഷം നമ്മൾ ക്ലോസ് ചെയ്ത് 533 crores a yearലേക്ക് എത്തിച്ചേർന്നു. അതിന് വേണ്ട ആദ്യമായിട്ട് there should be visioning exercise, right? Like to set audacious targets and goals. അപ്പൊ ആ ഒരു 5 വർഷം മുമ്പ് 500-600 കോടിയൊക്കെ ഒരു വർഷം റേസ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷെ വി ഡിഡ് ദാറ്റ്. ഇപ്പൊ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഒരു വർഷം 1000 കോടി നമുക്ക് ഇൻഡസ്ട്രിയിൽ നിന്നും അലംനയിൽ നിന്നും ചേർത്ത് റിസർച്ച് how can we raise that amount of money, and it's very important for something like a medical school or for a school of engineering. Capital expenditure involved is extremely high, കാരണം ടെക്നോളജി അനുദിനം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കീപ്പ് അപ്പ് ചെയ്യുന്ന ഇപ്പൊ തന്നെ നമ്മളുടെ പല പ്രപ്പോസൽസ് നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ട് കേപ്പബിലിറ്റീസ് വിത്ത് സൂപ്പർ കമ്പ്യൂട്ടിംഗ് വിത്ത് AI കമ്മിങ് ഇൻ, ലൈക്ക് ദ കമ്പ്യൂട്ട് കേപ്പബിലിറ്റീസ് റിക്വയർഡ് ഇസ് വെരി ഹൈ. പലപ്പോഴും പറയാറുണ്ട് US ഇപ്പം ഇലോൺ മസ്കിനോ അല്ലെങ്കിൽ ഗൂഗിളിന്റെ ഒക്കെ കയ്യിലുള്ള കമ്പ്യൂട്ട് കേപ്പബിലിറ്റീസ് വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ രാജ്യത്തിന്റെ മൊത്തം കമ്പ്യൂട്ട് കേപ്പബിലിറ്റീസിനേക്കാളും പലപ്പോഴും കൂടുതലായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന റിസർച്ച് they are able to pursue very advanced research. Stanford University, MIT, Princeton, all of them are able to, or Caltech, they're able to do much better advanced research, much better research. So ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയ്ക്ക് നമുക്ക് എപ്പോഴും it becomes important for us to focus on capex and creating infrastructure that is required to carry out advanced research. ഇപ്പോൾ നമ്മൾ അവിടെ നടക്കുന്ന റിസർച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആർട്ടിഫിഷ്യൽ ഡയമണ്ട്സ് ആ രംഗത്തും റിസർച്ച് നടക്കുന്നത് അവിടെ മാത്രമാണെന്ന് തോന്നുന്നു ഇന്ത്യയിൽ, ചെന്നൈ IIT-യിൽ പ്രത്യേകമായി അതിന് പാർക്കൊക്കെ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ സയൻസിലും അവിടെ വളരെ റിഗറസ് ആയിട്ട് റിസർച്ച് നടക്കുന്നു. അപ്പം ഇതിലേക്കെല്ലാം ഈ ഫണ്ട് സ്വരൂപിക്കാനും ഒക്കെ ഇങ്ങനൊരു ഓഫീസ് വേണം. നമ്മൾ വിദേശത്തൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇന്ത്യയിൽ ഇങ്ങനൊരു ഓഫീസിനെ കുറിച്ച് ഇൻഡസ്ട്രി അക്കാദമിയ കൊളാബറേഷന് വേണ്ടി പ്രത്യേക ഓഫീസ്, അതിനൊരു CEO അങ്ങനെ കേട്ടിട്ടില്ല. അപ്പോൾ ചെന്നൈ IIT എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഉദ്യമം നടത്തിയത്? ഒന്ന് ദ എക്സ്പോഷർ, റൈറ്റ്? ഇവിടെയുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ് മോസ്റ്റ്ലി എല്ലാവരും തന്നെ US റിട്ടേൺഡ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നിരിക്കുന്നു ഇൻ ടേംസ് ഓഫ് ദ പീപ്പിൾ ഹു ഗോ അബ്രോഡ് വേഴ്സസ് പീപ്പിൾ ഹു സ്റ്റേ ബാക്ക് ഇൻ ഇന്ത്യ. ബോത്ത് ഹാവ് ദെയർ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്, റൈറ്റ്? It's always good to go abroad, spend a few years, get exposure to various things that's happening there, and then bring back those technologies and those capabilities to India. I think that's a very good model. So പുറത്തു പോയ എല്ലാവരും, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ എല്ലാവരും അവിടുന്ന് തന്നെ PhD ഒക്കെ കഴിഞ്ഞവരാണ് തിരിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മോഡലുകളെ പറ്റിയൊക്കെ അവർക്ക് അതിന്റെ നന്മകളെ പറ്റിയിട്ട് അവർക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു. സോ സ്റ്റാൻഫോർഡ്, MIT, പ്രിൻസ്റ്റൺ, യേൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഈ എൻഡോമെന്റ് ഓഫീസസ് ലൈക്ക് എ റിയലി ബിഗ് തിങ്. അതുകൊണ്ട് തന്നെ അവർക്ക് they are not under pressure from the industry or from the government to deliver quarter on quarter outcomes. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. റിസർച്ച് വർക്ക് ഇൻ എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വേ ഫ്രം ഇൻഡസ്ട്രി, അല്ലെ? ഇവിടെയും റിഗറസ് ആയിട്ടുള്ള ഔട്ട്കമും മെഷർമെന്റ്സും ഒക്കെ ആവശ്യമാണെങ്കിലും ടൈം ഫ്രെയിംസ് ഇൻവോൾവ് ആർ വെരി ഡിഫറെന്റ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഡിപ്പെൻഡൻസ് ഓൺ ഈ എൻഡോമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡിപ്പെൻഡൻസ് ഓൺ അതർ ഇപ്പൊ ഇൻഡസ്ട്രി പ്രഷറോ അല്ലെങ്കിൽ ഗവൺമെന്റ് പ്രഷറോ ഒന്നും ഇല്ലാതെ പ്യുവർ സയൻസ് ക്രിയേഷൻ, നോളജ് ക്രിയേഷനിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. സോ ഐ തിങ്ക് ഫണ്ടമെന്റൽ സയൻസിനെ പറ്റി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ സയൻസ് റിസർച്ചിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ഞാനിപ്പോ നോക്കുമ്പോൾ കാണുന്നത്, ഒന്ന്, if you are able to connect it to the strategic sector like say semiconductors or quantum technologies or any of that, and ultimately make that connection and articulate it in a nice way, industry is able to accept that you need to give funding for that. Second, പൂൾഡ് റിസോഴ്സസ് പലപ്പോഴും നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ ക്രയോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റപ്പ് മൊത്തമായിട്ട് വരുമ്പോഴേക്കും ഒരു 50 കോടിയിൽ കൂടുതൽ വരും. ക്രയോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ തന്നെ വാല്യൂ ഒരു 40 crores ഒക്കെ മുകളിൽ വരും. ഒറ്റ ഒരു മൈക്രോസ്കോപ്പ് അറ്റോമിക് ലെവലിൽ കാണാം, ന്യൂക്ലിയർ ലെവലിൽ കാണാൻ പറ്റുന്നതാണ്. അവിടെ നമുക്ക് ഒരെണ്ണം ഓൾറെഡി ഉണ്ട്, രണ്ടാമത്തത് വരുന്നു. അപ്പോൾ ഒന്ന് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരാളുടെ മാത്രം റിസോഴ്സ്, ഒരാളുടെ മാത്രം ഡൊണേഷനിലൂടെ അത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വി ക്രിയേറ്റ് ദിസ് നാഷണൽ, വി ട്രൈ ടു ക്രിയേറ്റ് പൂൾ റിസോഴ്സസ് ഫ്രം വേരിയസ് പീപ്പിൾ. അതിന്റെ ഇതിൽ തന്നെ ഒരു നാഷണൽ മിഷൻ ഇപ്പോൾ പലപ്പോഴും പല ഫിലാന്ത്രപ്പിസ്റ്റും ട്രൈ ചെയ്യുന്നത്, ക്യാൻ വി ഹാവ് എ നാഷണൽ വെബ് ഓഫ് എക്യുപ്മെന്റ്? ബിക്കോസ് ഈ എക്യുപ്മെന്റ്, ഒന്ന്, കാപെക്സ് വളരെ കൂടുതലാണ്, രണ്ട്, അത്
അതിന്റെ 24 hours യൂസേജ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഇല്ല. സോ ഇറ്റ് ഈസ് ആക്ച്വലി ഓക്കെ ടു ഡു ടൈം ഷെയർ വിത്ത് അതർ യൂണിവേഴ്സിറ്റീസ് ആൻഡ് അതർ നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഹു ആർ പെർസ്യൂയിങ് സീരിയസ് റിസർച്ച്. സോ ഈ ഒരു പൂൾഡ് റിസോഴ്സസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ടു മേക്ക് ഓൾ ദീസ് തിങ്സ് ഹാപ്പൻ, one institute sometimes will have to take that institutional leadership, and I think we are able to do that. We have already established this hub and spoke model for research in various areas, wherein we say that we will take the leadership, we will establish it, and we'll make sure that there's a good governance and others get access to it also. അതിൽ അതൊക്കെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലൈക്ക് ടു മേക്ക് ഷുവർ ദാറ്റ് യു ആർ വില്ലിംഗ് ടു ഷെയർ യുവർ റിസോഴ്സസ് വിത്ത് അതർ പീപ്പിൾ. ഓൾ ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? ആൻഡ് ദിസ് ഗവർണൻസ് ഇക്കോസിസ്റ്റം, ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ശരിക്കും നമുക്ക് ഈ ഫണ്ടമെന്റൽ റിസർച്ചിൽ ഒരുപാട്, ആൻഡ് വി റിയലൈസ് ദാറ്റ് ഫണ്ടമെന്റൽ റിസർച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പലപ്പോഴും നമ്മൾക്ക് സ്റ്റാൻഡേർഡ് സെറ്റിംഗിൽ ഗ്ലോബലി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, മൊബൈൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, വി വർ ഫോളോവേഴ്സ് ആക്ച്വലി ഇൻ ദോസ് ടെക്നോളജീസ് ഇനിഷ്യലി. ലൈക്ക് ദ വെസ്റ്റേൺ വേൾഡ് സെറ്റ് ദ സ്റ്റാൻഡേർഡ്സ് ആൻഡ് വി വർ ഫോളോവേഴ്സ്. But in things like quantum and other places, if we have to set the protocols in place, if we have to be the standard setting country, then we actually need to do fundamental research. നമ്മളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല ഇതും വന്നിരിക്കുന്നത് ഫണ്ടമെന്റൽ റിസർച്ചിന്. ഇപ്പം mRNA വാക്സിൻ നോക്കിക്കഴിഞ്ഞാൽ മോളിക്കുലർ ബയോളജിയിലുള്ള ഇതുകൊണ്ട് വന്നതാണ്. GPS നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് ക്ലോക്ക് ആൻഡ് റിലേറ്റിവിറ്റി. ഇങ്ങനെ സെമി കണ്ടക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്. സോ ഇതെല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള റിസർച്ചിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണ് ഈ യുവർ എബിലിറ്റി ടു ആക്ച്വലി ദെൻ dominate an industry. So it's very important for the country from a long-term perspective to focus on fundamental research, and it's also equally important to convince the industry and the larger society that it is important to fund and focus on fundamental research. അപ്പോൾ ഇത് സാധാരണ ഇൻഡസ്ട്രിക്ക് പെട്ടെന്ന് ഉള്ള ഷോർട്ട് ടേം റിസൾട്ട്സ് ആണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ ഇൻഡസ്ട്രിയെ സമ്മതിപ്പിക്കുന്നതിൽ എത്രമാത്രം പ്രയാസം നേരിടുന്നുണ്ട് ഇന്ത്യയിലെ സാഹചര്യത്തിൽ? തീർച്ചയായിട്ടും പ്രയാസമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് വെരി ഈസി, ഐ വുഡ് ആക്ച്വലി സേ ദാറ്റ്. കാരണം കമ്പനികളിൽ നമ്മൾ നോക്കുന്നത് CSR ഫണ്ട്സ് ആണ്. ലൈക്ക് സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ത്യ ആസ് എ കൺട്രി, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഓൺ R&D ആസ് എ പെർസെന്റേജ് ഓഫ് GDP is just about 0.6 to 0.7%, as you know. അത് ഗ്ലോബലി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലൊക്കെ 6% കൂടുതലാണ്. സൗത്ത് കൊറിയ അഗൈൻ 5.3%, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 3.59%. Compared to all of that, we are just about 0.6 to 0.7%. So the government itself is taking a lot of interest in persuading the industries to channelize their CSR funding and similar other things into university research. അതൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ എന്നിരുന്നാൽ പോലും CSR ഫണ്ടിങ്ങിൽ ഒരു കമ്പനിയിലെ നോക്കി കഴിയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്ര ആൾക്ക് ഭക്ഷണം കൊടുത്തു, അല്ലെങ്കിൽ ഇത്ര ആൾക്ക് ക്ലോത്ത്സ് വാങ്ങിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഇത്ര ട്രീ പ്ലാന്റ് ചെയ്തു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഹിയർ ആൻഡ് നൗ ആയിട്ടുള്ള ഒരു ഔട്ട്കം. അതാണ് അടുത്ത ആനുവൽ റിപ്പോർട്ടിലേക്ക് അവർക്ക് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഷോസ് ദാറ്റ് ദേ ഹാവ് യൂട്ടിലൈസ് ദെയർ CSR funding in a proper way, as opposed to saying that we spend the CSR funding on clinical trials of a molecule or a medicine which showed a negative result, and hence, I mean, of course, that's a big deal to show either it's positive or negative for the person who is working on that, but for the company which is funding this, it doesn't show that much impact in an annual report. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഡീപ് സയൻസ് റിസർച്ചിലേക്ക് CSR ഫണ്ടിങ് ചെലവഴിക്കുക എന്നുള്ളത്, ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു CEO ലെവൽ അജണ്ടയാണ്, അല്ലെങ്കിൽ ഒരു ബോർഡ് ലെവൽ അജണ്ടയാണ്. പീപ്പിൾ അറ്റ് സീനിയർ ലെവൽസ് ഹാവ് ടു ബി കൺവിൻസ്ഡ്, ആൻഡ് വി ഹാവ് ബീൻ ഡൂയിങ് എ ലോട്ട് ഓഫ് വർക്ക് ഇൻ ദാറ്റ് ഏരിയ. സോ വി actually address across organizational spectrum. We conduct a lot of CXO meets എന്ന് പറഞ്ഞിട്ട് പല സിറ്റികളിലും നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. എന്നിട്ട് അവിടെ ഒരു 20-30 CXOസിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മളുടെ സീനിയർ പ്രൊഫസേഴ്സിന്റെ റിസർച്ച് വർക്ക് അവർ തന്നെ അവിടെ പോയിട്ട് പ്രസന്റ് ചെയ്യും. ദാറ്റ് മേക്സ് എ ഡിഫറൻസ്. നമ്മൾ നാഷണൽ ടെക്നോളജി സമ്മിറ്റ് ഇത്തവണ ചെയ്തു. അതിനകത്ത് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആൻഡ് ചീഫ് ഗസ്റ്റ്, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ എഡ്യൂക്കേഷൻ വാസ് ഓൾസോ there as guest of honor, and several senior bureaucrats at secretary level, MIT secretary, higher education secretary at the central level, all of them were part of that. So I think alignment with policymakers, alignment with governments is an important factor. In turn,
these senior ministers and were all exhorting the companies to kind of invest their CSR funding in R&D. So there is a larger alignment that is being built. We were thinking of doing a larger campaign, for example, CSR for our motto itself in technology for social good. പക്ഷേ Right? നിയമപരമായി CSR ഫണ്ടിങ്ങിന്റെ 2% R&Dയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നുള്ളൂ. പക്ഷേ അതിൽ കൂടുതൽ ഭൂരിഭാഗവും റിസർച്ച് മേഖലയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് സയൻസ് ഫിലാൻത്രോപ്പിസ്റ്റുകൾ വാദിക്കുന്നത്. കാരണം എങ്കിലേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ടൈം ഫ്രെയിമിൽ നമുക്കൊരു ഡെവലപ്ഡ് നേഷൻ സ്റ്റാറ്റസിലേക്ക് എത്താൻ കഴിയൂ എന്ന് വാദിക്കുന്നവരുമുണ്ട്. അപ്പോൾ അതിലെന്താണ് പറയാനുള്ളത്? അതില് ഒരു കാര്യം, ഈ ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ CSR ഫണ്ടിങ് മാത്രം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 40,000 crores കൂടുതൽ വന്നിട്ടുണ്ട് കൺട്രിയിൽ. ഇറ്റ്സ് എ ഡീസെന്റ് എമൗണ്ട് ഓഫ് ഫണ്ടിങ് ആൻഡ് ലോട്ട് ഓഫ് ദാറ്റ് ഗോസ് ആസ് ഐ മെൻഷൻഡ് ഇൻ ടു ഹിയർ ആൻഡ് നൗ ഇനിഷ്യേറ്റീവ്സ് ലൈക്ക് ഫീഡിംഗ് ദ പുവർ ഓർ ലൈക്ക് ഓൾ ഓഫ് ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. ആൻഡ് ഇറ്റ്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ്. അത് ചെയ്യരുത് എന്നല്ല നമ്മൾ ഒരിക്കലും പറയുന്നത്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അക്ഷയപാത്ര പോലുള്ള NGOസിലേക്ക് അല്ലെ, അത് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിലും കൂടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേം ഇമ്പാക്ട് കൂടുതലായിരിക്കും. ഒരു ഉദാഹരണത്തിന്, യു ക്യാൻ ആക്ച്വലി ബൈ 100 പോർട്ടബിൾ ECG or like any of those kind of things and give it to various people, or you can actually invest in a research that will bring down the cost of this equipment to 1/3 or 1/4 over a period of time. And that will make it more affordable for a larger section of the society, and it will have a much bigger, deeper impact over a period of time, right? അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു പോയിന്റ് നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്ത് അത് കൺവിൻസ് ചെയ്യാൻ കഴിയാന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. സോ ഐ തിങ്ക് രണ്ടാമതൊരു കാര്യം, സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഈ 40,000 crores ഒരു ഭാഗം തന്നെ ലാർജർ സെക്ഷൻ സയൻസ് റിസർച്ചിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ദാറ്റ് ഇസ് എ ബിഗ് ബ്ലെസ്സിങ്. സെക്കൻഡ്, ഇത്തവണ നമ്മൾ തന്നെ ചെയ്തൊരു rather than making a CSR focused national event, we actually made it technology focused. താങ്കൾ പറഞ്ഞ കാര്യം വളരെ കറക്റ്റ് ആണ്. ഇത് ഒരു R&D ബഡ്ജറ്റിൽ നിന്നും കൂടെ CSR ബഡ്ജറ്റ് മാത്രമല്ലാതെ R&D ബഡ്ജറ്റും കൂടെ ഉപയോഗിച്ച് നമുക്ക് ഈ റിസർച്ച് യൂണിവേഴ്സിറ്റി റിസർച്ച് ഫണ്ട് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. അതുകൂടാതെ ഇപ്പൊ ഒരു നല്ലൊരു കാര്യം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് പല philanthropists, like India's number of billionaires in India has actually gone significantly higher in the last decade or 2 decades and all of that. And the next generation entrepreneurs, their next generation of those leaders, many of them are like, have a different outlook than from the traditional billionaires and the traditional leaders and all of them. These people are educated in Western universities and other places. So they are actually willing to invest in science and technology research. They're actually willing to invest in institutional building, in building top-class, world-class universities in India, because they understand the long-term impact this will have on the society at large. ഇങ്ങനെ ഒരു ഓഫീസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അഡ്വാൻസ്മെന്റ്, അങ്ങനെ ഒരു ഓഫീസ് വേണം എന്നുള്ളൊരു സാഹചര്യം എന്തുകൊണ്ടാണ് ചെന്നൈ IITക്ക് തോന്നിയത്? അല്ല, അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. സോ ഈ പല പ്രൊഫസേഴ്സും പലരും പുറത്തുപോയി എക്സ്പോഷർ നേടിയവർ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവർ തന്നെ മനസ്സിലാക്കി തീർച്ചയായിട്ടും നമുക്ക് ലോങ് ടേം റിസർച്ച് പെർസ്യൂ ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് ഫണ്ടിങ്ങിനെ മാത്രം ആശ്രയിച്ച് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് മുന്നോട്ട് പോകാൻ അത്ര എളുപ്പമല്ല എന്നുള്ളത്. കാരണം ഗവൺമെന്റ് ഫണ്ടിങ് തീർച്ചയായിട്ടും പ്രൊഫസേഴ്സിന്റെ സാലറി അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറൽ നീഡ്സ് ടു സം എക്സ്റ്റെന്റ് ആൻഡ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിസർച്ച് അതൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പലതും മൾട്ടി ഇയർ ഫണ്ടിങ് ആയിട്ട് വരുന്നില്ല. ലൈക്ക് ഫ്രാഗ്മെന്റഡ് ഫണ്ടിങ് ആയിട്ട് വരും, അല്ലെങ്കിൽ ആനുവൽ ഫണ്ടിങ് ആയിട്ട് വരും. വേറെ നമ്മളൊരു ഒരു മിഷൻ പെർസ്യൂ ചെയ്യുമ്പോൾ അത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗിലാണെങ്കിലും AI-യിലാണെങ്കിലും വി നീഡ് ടു എൻഷുർ മൾട്ടി ഇയർ ഫണ്ടിങ് ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ്. ആൻഡ് ദ ക്വാണ്ടം ഓഫ് ദ ഫണ്ടിങ് ഇൻവോൾവ് ഇസ് ഓൾസോ ലൈക്ക് ഫെയർലി ലാർജ്. അവിടെയാണ് ശരിക്കും നമ്മളുടെ പല അലംനകളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സപ്പോർട്ട് നമുക്ക് വളരെ അനിവാര്യമായിട്ട് വേണ്ടി വരുന്നത്. അപ്പൊ ഞങ്ങളുടെ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് 30 കോടിയുടെയും 40 കോടിയുടെയും 50 കോടിയുടെയും ഒക്കെ പല റിസർച്ച് പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട്. പലതും അലംനൈ സപ്പോർട്ടഡ് ആണ്. അവര് they sign an MOU for a 4-year MOU or a 3-year MOU or a 5-year MOU saying that they are willing to invest 50 crores or 60 crores or 40 crores or whatever it is with
clearly defined milestones and outcomes, and the payments sometimes are dependent on meeting those outcomes. That makes sure that there is a clear utilization of the funds and there is a rigorous governance structure around that. അപ്പം ഈ പൈസ തരുന്നതും ലാക്സ് ആയിട്ടോ അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ടോ അല്ല, വളരെ വളരെ റിഗറസ് ആയിട്ട് ഒരു ഫ്രെയിം വർക്കിലൂടെയാണ് അവർ ഈ ഫണ്ടിങ് വരുന്നത്. അത് മാത്രമല്ല IIT ഫോർ എക്സാമ്പിൾ CAG ഓഡിറ്റഡ്, അത് വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദാറ്റ് ഗിവ്സ് എ ലോട്ട് ഓഫ് കോൺഫിഡൻസ്. സോ പീപ്പിൾ നോ ദാറ്റ് അറ്റ് ടൈംസ് projects sometimes may get delayed by a few months here and there, but they know very well that money will never go to the wrong hands. It may remain unutilized, but it will remain within the system and it will get utilized in due course of time. ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. സോ അലംനയുടെ സപ്പോർട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾക്ക് ഇത് തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു ഓഫീസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷൻ. ഇപ്പൊ നമ്മളിപ്പം പറഞ്ഞത് കഴിഞ്ഞ 4 വർഷത്തായിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 1700 കോടിയിലധികം 4-5 വർഷമായിട്ട് നമ്മൾ റേസ് ചെയ്തു. ദാറ്റ്സ് എ സീരിയസ് എമൗണ്ട് ഓഫ് മണി. അത്രയും പൈസ നമ്മൾ റേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഓർഗനൈസേഷൻ, പ്രൊഫഷണലി റൺ ഓർഗനൈസേഷൻ ഇല്ലാതെ അത് നമുക്കതൊരു പാർട്ട് ടൈം ജോബായിട്ട് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ടീം തന്നെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഓവറോൾ ഒരു 60-60 പേരുടെ ഒരു ടീമാണ് നമ്മളിത് ചെയ്തത്. എല്ലാവരും വളരെ ക്വാളിഫൈഡ് ആണ്, എല്ലാവരും വളരെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഓടുകൂടി വരുന്നവരാണ്. കാരണം our office sits at the junction of, say for example, academy on one side, industry on the other side, government on the other side. So it sits at the intersection of society, technology, universities, government and all of that. അതുകൊണ്ട് തന്നെ the skills required to be part of this office are a little unique, I would say, right? ഇവരെല്ലാം നമ്മളെല്ലാവരും ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ളവരാണ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അതുപോലെ തന്നെ ടെക്നോളജി, there's a deep respect for technology and the potential of technology. We are able to appreciate that. So it comes naturally to us to go and speak with a professor, understand the areas of research that he or she is pursuing, and then once you internalize it, once you are convinced of it, it becomes much easier for you to go and talk to an alumnus or to an industry leader and request for funding. So ഈ സ്കിൽസ് എല്ലാം ഉള്ള ഒരുപാട് പേരെയാണ് നമ്മൾ ഈ 60 പേര് നമ്മൾ ഈ ടീമിൽ റിക്രൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് ഇറ്റ്സ് എ പ്രൊഫഷണലി റൺ ഓർഗനൈസേഷൻ വിച്ച് ടേക്സ് കെയർ ഓഫ് ഓൾ ആസ്പെക്ട്സ്. ഈ ടീമിന്റെ ഒരു ഘടനയെ പറ്റി പറയുകയാണെങ്കിൽ, ഒന്ന് പ്രൊപ്പോസൽ ക്രിയേഷൻ ആയിട്ട് ഒരു ടീമുണ്ട്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രയോറിറ്റീസ് എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് പ്രൊപ്പോസൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. Then there is an outreach team or a sales and marketing team which goes out to various organizations or alumni, try and understand their interests, try to find out areas of convergence, sit with them, talk to them. It's a very high touch sales, if I may say that. Then there is obviously a deployment team which makes sure that the funds are obviously given to IIT Madras main accounts, and from there it gets deployed into various project accounts, but our team has an oversight on that. And then we also have a team called a donor stewardship team, which is a very important team which tracks the project progress, the impact the project has been creating, the status of various project completion, all of that. ഇപ്പോൾ CSR ഫണ്ടിങ്ങിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് കംപ്ലയൻസ് റിക്വയർമെന്റ്സ് ഉണ്ട് ആ ഫണ്ട് തരുന്ന കമ്പനിക്ക്. അതിനനുസരിച്ചുള്ള ഫോംസിലെല്ലാം ആ ഡീറ്റെയിൽസ് എല്ലാം റെഗുലർ ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അലുമിനി ഫണ്ട് ചെയ്യുന്ന പ്രോജക്റ്റുകളാണെങ്കിൽ, ഇപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ കേസിലാണെങ്കിൽ, പലരും US-ലാണെങ്കിൽ, നമ്മൾക്ക് ഇവിടെയുള്ള ഡോണർ സ്റ്റ്യൂർഷിപ്പ് ടീം ഗെറ്റ് ഇൻ ടു ലൈവ് വീഡിയോ കോൾസ് വിത്ത് ദം, ഷോ ദം അറൌണ്ട് വാട്ട് ഇസ് ഗോയിങ് ഓൺ ഹിയർ. ഹാൻഡ് റിട്ടൺ ലെറ്റേഴ്സ്, ഇപ്പോൾ സ്കോളർഷിപ്പിനാണ് കൊടുത്തത്, സ്റ്റുഡൻറ് സ്കോളർഷിപ്പിനാണെങ്കിൽ ഹാൻഡ് റിട്ടൺ ലെറ്റേഴ്സ് ഫ്രം ദ സ്റ്റുഡൻസ്, ഓർ വി ഫെസിലിറ്റേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ദ ഡോണർ ടു ഇന്ററാക്ട് ലൈവ് വിത്ത് ദ സ്റ്റുഡൻസ് ഹു ഹാവ് ബീൻ ദ റെസിപ്പിയൻസ് ഓഫ് ദ സ്കോളർഷിപ്സ്. അവരെ സംബന്ധിച്ചിടത്തോളം ആകെ കൂടെ കിട്ടുന്ന ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഫിലാന്ത്രപ്പിസ്റ്റിനെ സംബന്ധിച്ച് അവർ കൊടുത്ത പൈസ ഒരു ലാർജർ സൊസൈറ്റൽ ഇമ്പാക്ട് ഉണ്ടാക്കി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കി എന്നുള്ളതാണ്. സോ അത് കൺവിൻസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ once that trust comes, they are willing to actually fund more. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇന്ത്യയിലൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 100-200 കോടി സ്പെൻഡ് ചെയ്യാൻ, ഫിലാന്ത്രപ്പിയിൽ സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് പേരുണ്ട്, ധനികരായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടത് ഒരു പ്രോപ്പർ ഗവേണൻസ് സ്ട്രക്ചർ, എ മിഷൻ, ഫോക്കസ് ഓൺ എ ലാർജർ ഔട്ട്കം, എ സ്കെയിലബിൾ ഔട്ട്കം, അതൊക്കെയാണ്. സോ അതെല്ലാം ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഈ ഓഫീസിന് കഴിയുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ സക്സസ്ഫുള്ളി ഇത്രയും ഫണ്ട്സ് റേസ് ചെയ്യാനായിട്ട് കഴിഞ്ഞതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. പക്ഷേ ഈ ദൗത്യത്തിൽ ഇപ്പോൾ കവിരാജ് ഇടപെടേണ്ടത് അക്കാഡമീഷ്യൻസിനോടാണ്. അവരുടെ രീതികൾ ഡിഫറെൻ്റ് ആണ്, ഇൻഡസ്ട്രി ലീഡേഴ്സിൻ്റെ രീതികൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ കാരണം അവർ അക്കാഡമീഷ്യൻസ് വളരെ സ്ലോ പേസിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. അവർക്ക് ആ രീതിയിലാണ് അവരോട് ഇടപെടേണ്ടത്.
അതേസമയം ഇൻഡസ്ട്രിയൽ ലീഡേഴ്സ് വളരെ ഫാസ്റ്റായിട്ട് അവർക്കൊരു പെട്ടെന്ന് വേഗം ഔട്ട്പുട്ട് കിട്ടണം. ആ ഒരു രീതിയിലായിരിക്കും അവർ. അപ്പം പിന്നെ സ്റ്റുഡൻസിനോട് എൻഗേജ് ചെയ്യണം. ഇവരുമായിട്ടൊക്കെ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ് വേണ്ടത്. പേഷ്യൻസ് വേണം. ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? അതുപോലെ തന്നെ ഇതിൽ നേരിടുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? It is actually a challenging job. I must agree. I know, so I must admit that. See, ഒന്നാമത് ഇവരുടെ രണ്ടുപേരെയും കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ട്. ഇപ്പൊ ഇൻഡസ്ട്രി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്കാഡമിയിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഹാവ് എ മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ഈച്ച് അതർ. ഐ തിങ്ക് ദർ ആർ സർട്ടൻ ഫണ്ടമെന്റൽ ക്വാളിറ്റീസ് ലൈക്ക് ദാറ്റ്, റൈറ്റ്? ഇപ്പൊ നമ്മളുടെ ഓഫീസിലുള്ള ഞാൻ ഫോർ എക്സാമ്പിൾ ഐ ടി മെഡ്രാസിന്റെ തന്നെ അലംനസ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ പ്രൊഫസേഴ്സിന്റെ സോ ഇറ്റ് വാസ് എ ഹോം കമ്മിങ് ഫോർ മീ വെൻ ഐ ടുക്ക് അപ്പ് ദിസ് റോൾ. I knew that I could easily adapt to the work culture here. So there are certain ways to work with a professor, right? You have to understand that he's focused on research. Our respect factor, mutual respect is very important. ഒന്ന് ടൈം ഫ്രെയിംസ് രണ്ടുപേരും ഡിഫറെന്റ് ആയിരിക്കും. താങ്കൾ വളരെ കൃത്യമായി പറഞ്ഞതുപോലെ തന്നെ ഈ പ്രൊഫസേഴ്സിന്റെ റിസർച്ച് ഒരു പക്ഷേ 2 വർഷത്തിലോ 3 വർഷത്തിലോ ഒക്കെ ആയിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. സോ വി മേക്ക് ഇറ്റ് വെരി ക്ലിയർ എക്സ്പെക്ടേഷൻ സെറ്റിംഗ് ടു ദ ഇൻഡസ്ട്രി ദാറ്റ് പ്ലീസ് ഡോണ്ട് സീ us as your product development team or a development team. See us as an extension of your R&D team. ഇപ്പം എല്ലാവർക്കും സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണെങ്കിൽ അതുകൊണ്ട് IIT മദ്രാസിലേക്ക് വരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഓൾറെഡി സോൾവ് ചെയ്ത ഒരു പ്രോബ്ലത്തിന്റെ ഒരു എഞ്ചിനീയറിംഗ് ആസ്പെക്ട് മാത്രമാണ് അവിടെ ഉള്ളതെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് വിത്ത് എ larger set of manpower there. You please come to us with problems which you find difficult to solve, which have not yet been solved so far. അങ്ങനെയുള്ള ഒരു ജീനിയസ് ലെവൽ പ്രോബ്ലംസ് മാത്രം ആണ് അധികം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം അവിടെയാണ് ഐ തിങ്ക് ദ ഫാക്കൽറ്റി ടൈം ഇസ് ബെറ്റർ യൂട്ടിലൈസ്ഡ്. രണ്ടാമത്തത്, സോ വി മേക്ക് ഇറ്റ് എ പോയിന്റ് ടു മേക്ക് ഷുവർ ദാറ്റ് ലൈക്ക് ഇപ്പം ബിസിനസ് ചാലഞ്ചസ് അതൊരു റിസർച്ച് പ്രോബ്ലം ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അതൊരു മീനിങ് ഇന്റലക്ച്വൽ പ്രോജക്റ്റ് ആയിട്ട് അതിനെ സ്കോപ്പ് ഔട്ട് ചെയ്യുക, അത് ഫാക്കൽറ്റിക്ക് പ്രസന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫാക്കൽറ്റി റിസർച്ചിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ട് അതിന്റെ ബിസിനസ് ഇംപ്ലിക്കേഷൻസ്, സോഷ്യൽ ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് നമ്മളുടെ ടീംസ് പഠിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആർട്ടിഫിഷ്യൽ ഡയമണ്ടിന്റെ കാര്യം പറഞ്ഞു. അതിന്റെ തന്നെ വി സ്റ്റഡി ദാറ്റ് റിസർച്ച് ആൻഡ് വി ട്രൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ പൊട്ടൻഷ്യൽ ആപ്ലിക്കേഷൻസ് ഫോർ ദാറ്റ് ഇൻ ദ സൊസൈറ്റി. ഇപ്പം സെമി കണ്ടക്ടർ ആയിട്ടാണെങ്കിലും ലൈക്ക് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിലൊക്കെ ഒരുപാട് അതിന് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഇപ്പം ക്യാൻസർ റിസർച്ചിൽ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രെയിൻ റിസർച്ചിൽ IIT മദ്രാസ് ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അവർ ടീം ആക്ച്വലി work with all these people to figure out what could be the social implications or social applications of those projects. അത് മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ ഈ പ്രൊപ്പോസൽ റൈറ്റിംഗ് ടീം എപ്പോഴും സംസാരിക്കുന്നുണ്ടാവും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ലോട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ലോട്ട് ഓഫ് അലൈൻമെന്റ് സെറ്റിംഗ്, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഐ തിങ്ക് ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ എനി കൈൻഡ് ഓഫ് larger mission, national mission നടത്തുന്ന. Bring the stakeholders to the same table, sit with them. അതിനാണ് ഞാൻ നേരത്തെ ഈ പറഞ്ഞ CXO മീറ്റുകളാണെങ്കിലും ടെക്നോളജി സമ്മിറ്റുകളാണെങ്കിലും ഒക്കെ ഉപകരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. ടു ബിൽഡ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദീസ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആക്ച്വലി. ഈ കോർപ്പറേറ്റ് സെക്ടറിൽ നിന്ന് വന്ന് ഇപ്പോൾ ഇങ്ങനൊരു നേഷൻ ബിൽഡിങ്ങിൻ്റെ തന്നെ ഭാഗമാകുന്നതിൽ വ്യക്തിപരമായ ചാരിതാർത്ഥ്യം എത്രത്തോളമുണ്ട്? അതുപോലെ തന്നെ ഈ സ്കിൽസ് എൻഹാൻസ്മെൻറ്റിലും പ്രൊഫഷണലായി എന്തൊക്കെ നേട്ടങ്ങൾ ലഭിക്കുന്നു? അല്ല, തീർച്ചയായിട്ടും അത് വ്യക്തിപരമായിട്ട് ഒരുപാട് ചാരിതാർത്ഥ്യം ഉള്ളത് കൊണ്ടാണ് ഞാനൊരു കോർപ്പറേറ്റ് ലൈഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് തന്നെ. അത് മാത്രമല്ല, ഞാൻ ജോലി ചെയ്ത സ്ഥലങ്ങളൊക്കെ, സോ ഫോർ എക്സാമ്പിൾ IIT Madras gave me this deep analytical framework and this respect for science in general, right? And IIM Bangalore equipped me with this frameworks for management, frameworks for markets and society and institutions, and how do you actually look at things in a structured way, and also this this look at things in a high level perspective, right? That and the focus on the mission, vision and all of those things. So that was very important. And when I moved to Tata's as part of TAS, right? Tata's obviously the value system that they inculcated in me, like, very importance on the trust on human values, trust on corporate values, all of that. They got really entrenched in me during my, or rather strengthened in me further during those formative years that I spent with the Tata Group. So അതുകൊണ്ടൊക്കെ തന്നെയും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഐ റിയലൈസ് ദാറ്റ് ദിസ് ഈസ് ലൈക്ക് എ വൈറ്റ് ബോർഡ് വേർ യു ക്യാൻ പെയിന്റ് വാട്ടെവർ പിക്ചർ യു വാണ്ട്. പക്ഷേ ടാറ്റ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിന്ന് നേരെ പോയത് ജനറൽ ഇലക്ട്രിക്കൽസിലേക്കല്ലേ? അപ്പോൾ അവിടെ അത് നേരെ ഓപ്പോസിറ്റ് ഒരു എൻവയൺമെന്റ് ആയിരിക്കുമല്ലോ.
അയ്യോ തീർച്ചയായിട്ടും അല്ല കേട്ടോ. കാരണം ആക്ച്വലി ജി ബൈ ദ വേ ലൈക്ക് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദ മോസ്റ്റ് എത്തിക്കൽ കമ്പനി ഇൻ ദ വേൾഡ് ഗ്ലോബലി ഓൾസോ. വളരെ ഒരുപാട് തവണ ലോകത്തിലെ ഏറ്റവും എത്തിക്കൽ കമ്പനി എന്നുള്ള നിലയിൽ വോട്ടിംഗ് നേടിയ കമ്പനിയാണ് ആക്ച്വലി ജനറൽ ഇലക്ട്രിക്. ഈ കമ്പനികൾ എല്ലാവരും വളരെ വാല്യൂ ഓറിയന്റഡ് ആണ്. ദ വേ ദേ ലുക്ക് അറ്റ് ethics is also, it's very rigorous. Everybody is subject to scrutiny. Every minor thing is like, so those kind of points of view, you start accepting it. I may be the managing director of the company, but I'm still subject to scrutiny for everything, right? And disclosure is very important, right? Like, so all these things, they focus on, and respect for each other, respect for team members. All of that is very important. Human values are highly valued in all these, things. So ഇതൊക്കെ തന്നെയും അതുകൊണ്ട് തന്നെ എനിക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞപ്പോൾ ഐ റിയലൈസ് ദാറ്റ് this is a place where I can actually create an impact. അത് കഴിഞ്ഞ് ഈ മീഡിയയിലും എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, സ്റ്റാർ ടി വി നെറ്റ്വർക്ക്, പിന്നെ IBS സോഫ്റ്റ്വെയർ, അതൊക്കെ എങ്ങനെ ഹെൽപ്പ് ചെയ്തു? So if I have generally ഒരു ഡൈവേഴ്സ് ഫീൽഡിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ എന്തൊക്കെ സ്കില്ല് അക്വയർ ചെയ്യും? See, every role adds a certain aspect of skills to your career, to your repertoire of skill sets and things like that, right? So ഇതിലൊക്കെ തന്നെ ഞാൻ ഹാൻഡിൽ ചെയ്ത മോസ്റ്റ്ലി സ്ട്രാറ്റജി, ബിസിനസ് ഡെവലപ്മെന്റ്, മാർക്കറ്റിംഗ്, സെയിൽസ് ഓപ്പറേഷൻസ്, ഈ റോളുകളെല്ലാം തന്നെ ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാ ഫംഗ്ഷനെ പറ്റിയിട്ട് ഒരു അപ്രീസിയേഷനും എല്ലാ ഫംഗ്ഷനിലും വർക്ക് ചെയ്യുന്ന ആളുകളോടുള്ള ഒരു ബഹുമാനവും ഒക്കെ തീർച്ചയായിട്ടും അത് നേടിയെടുക്കാൻ കഴിഞ്ഞു. അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഒരു പ്രോബ്ലത്തിനെ ഹോളിസ്റ്റിക് ആയിട്ട് സമീപിക്കാനും ആൻഡ് നീഡ് ടു ലുക്ക് അറ്റ് തിങ്സ് ഇൻ ആൻ ഇന്റർ ഡിസിപ്ലിനറി വേ ടുഡേ റാദർ ദാൻ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് തിങ്സ് ഇൻ എ വെരി മയോപിക് സൈലോഡ് വേ. ഓൾ ദോസ് തിങ്സ് ആക്ച്വലി ഐ തിങ്ക് ഐ ഗോട്ട് ടു ലേൺ ഓവർ ദ ഇയേഴ്സ്, റൈറ്റ്? അത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ദിസ് ഇസ് എ നീഡ് ഓഫ് ദ അവർ ഫോർ ദ നേഷൻ ബിൽഡിങ്ങിന് ഇത് യൂണിവേഴ്സിറ്റീസിനെ സ്ട്രെങ്തൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്കറിയായിരുന്നു. IIT Madras being my alma mater, that gave me that confidence, and I know that ഇവിടെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ ക്വാളിറ്റി ഫാക്കൽറ്റി മെമ്പേഴ്സും ഹയസ്റ്റ് ക്വാളിറ്റി സ്റ്റുഡൻസും we have all of that, right? Like, so when an opportunity like that came and the freedom that is given, ഇവിടെയുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സിനോട് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, why do they continue to work here? അവർക്ക് ഒക്കെ വളരെ വലിയ ഓഫറുകൾ പുറത്തുനിന്നൊക്കെ കിട്ടിയിട്ടുള്ളവരായിരിക്കും. കാരണം ഈ സ്റ്റാൻഫോർഡിലോ MIT-ലോ ഒക്കെ PhD കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എല്ലായിടത്തും ഇൻഡസ്ട്രീസിലൊക്കെ വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടും അവരിവിടെ വന്നത് ഒരു സർട്ടൻ വാല്യൂ സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇന്നലെ കൂടെ പറഞ്ഞിട്ടിരിക്കുകയാണ് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പ്രൊഫസർ വാസ് ടെല്ലിങ് മീ ദ ഫ്രീഡം ദാറ്റ് ഹി എൻജോയ്സ് ഹിയർ, ദ ഫ്രീഡം ടു വർക്ക് ഈസ് അൺബിലീവബിൾ വിതൗട്ട് എനി ഇന്റർഫിയറൻസ് ഫ്രം എനിബഡി. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് 2011 മുതൽ തന്നെ ഫണ്ടമെന്റൽ സയൻസ് റിസർച്ചിന് ഫണ്ടിങ് കുത്തനെ കുറഞ്ഞു വരിക. അപ്ലൈഡ് സയൻസ് റിസർച്ചിലേക്കാണ് ഉള്ള ഫണ്ടിങ് കേന്ദ്രീകരിക്കുന്നതും. അപ്പോൾ എന്നാൽ ഫണ്ടമെന്റൽ റിസർച്ച് ഇല്ലാതെ നമുക്ക് വലിയ ഡീപ് ടെക് വിപ്ലവങ്ങൾ സാധ്യമല്ല താനും. അപ്പോൾ ഇത്തരം ദീർഘകാല നിക്ഷേപം ആവശ്യമുള്ള ഫണ്ടമെന്റൽ സയൻസിലേക്ക് സ്വകാര്യ മേഖലയെ ആകർഷിക്കാൻ എന്താണ് വഴി? ഒന്ന്, അതിനെ ഈ ഫണ്ടമെന്റൽ റിസർച്ചിനെ തന്നെ സ്ട്രാറ്റജിക് സെക്ടേഴ്സുമായിട്ടുള്ള ബന്ധിപ്പിക്കാനുള്ളത്. ഇപ്പം നമ്മളിപ്പം തിയറി ഓഫ് റിലേറ്റിവിറ്റി അല്ലെങ്കിൽ അറ്റോമിക് ക്ലോക്സിനെ പറ്റി മാത്രമല്ല, അത് എങ്ങനെയാണ് GPS-നെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മോളിക്കുലർ ബയോളജിയിൽ ജസ്റ്റ് റിസർച്ച് ചെയ്യാൻ മാത്രമല്ല, അത് നാളെ എങ്ങനെയാണ് mRNA വാക്സിൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിനെ പറ്റി പഠിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് സെമി കണ്ടക്ടേഴ്സിനെ അല്ലെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ സഹായിക്കുന്നത്. ഇങ്ങനെയുള്ള പക്ഷെ നമ്മൾ സയൻസ് ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സയൻറ്റിസ്റ്റുകളെ നയിക്കുന്നത് ക്യൂരിയോസിറ്റി ഡ്രിവൺ റിസർച്ചാണ്. അപ്പോൾ നമുക്ക് അവരോട് അന്നേരം പറയാൻ പറ്റില്ല ഇത് 10 വർഷത്തിന് ശേഷം ഇതിനെ ഇങ്ങനെ കണക്ട് ചെയ്യാമെന്നൊന്നും. ഇപ്പോൾ RNA വാക്സിനെ കുറിച്ച് പറഞ്ഞു. ജെന്നിഫർ ഡോഡ്ന റിസർച്ച് തുടങ്ങുമ്പോൾ അവർക്കൊരിക്കലും അറിയില്ലായിരുന്നു നാളെ ഇതിൻ്റെ ഔട്ട്കം ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കൺവിൻസ് ചെയ്യിക്കുന്നത്, അല്ലെ കണക്ട് ചെയ്യുന്നത്? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അത്. സോ ഐ തിങ്ക് what I have observed over the years, right? ഇതില് പല കാര്യങ്ങളിലും നമ്മളിപ്പോൾ, so for example, a professor actually focuses on knowledge creation. For him, what is important is peer reviews, knowledge creation, publishing papers, and all of that, which is very different from an ROI or a return on investment that an industry person looks at. Scalability, cost, അങ്ങനെയുള്ള കൺസിഡറേഷൻ ആണ് ഇതാക്കുന്നത്. അവിടെയാണ് ശരിക്കും ട്രാൻസ്ലേഷണൽ ടെക്നോളജീസ് എന്ന് പറയുന്നത് വരുന്നത്, റൈറ്റ്? സി there is
so the nature of the research, the packaging of that versus the end outcome to which it is used, there is a path to traverse, right? അവിടെയാണ് വെഞ്ചർ സ്റ്റുഡിയോസ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസിനെ പോലുള്ളവർ അവർക്കൊക്കെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്, അല്ലെങ്കിൽ ഒരു റെലവൻസ്, ഒരു പ്രസക്തി വരുന്നത്. സോ തീർച്ചയായിട്ടും ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രൊഫസേഴ്സ് there are people who do very blue sky research. അത് പക്ഷേ ഒരുപക്ഷെ ഞാൻ നോക്കി കഴിയുമ്പോൾ കാണുന്നത് they do പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യങ്ങളെ പറ്റി നമ്മൾക്ക് തോന്നുന്നതാണെങ്കിൽ അത് പലപ്പോഴും ഒരു സെവറൽ ഇയേഴ്സിന് ശേഷം നടക്കാമെന്ന ഒഡേഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടായിരിക്കും അവർ പലപ്പോഴും ചെയ്യുന്നത്, റൈറ്റ്? ഇപ്പൊ ഒരു എത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഒരു 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 50 വർഷത്തിന് മുമ്പ് ഇപ്പം നമ്മൾ മൊബൈൽ ഫോണിൽ നിന്ന് സംസാരിക്കുന്ന പോലെ സംസാരിക്കുക, അല്ലെങ്കിൽ AI ഉപയോഗിച്ചിട്ട് ചാറ്റ് ജിപിടിയോട് ചോദിക്കുന്ന പോലെ ചോദിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഒരു ഒരു ഫാന്റസിയോ അല്ലെങ്കിൽ ഒരു വിഡിത്തോ ഒക്കെ ആയിട്ട് അന്നത്തെ ആളുകൾക്ക് തോന്നിയിരിക്കാം. പക്ഷെ അങ്ങനെ വിഭാവനം ചെയ്ത് റിസർച്ച് ചെയ്യുന്നത് കൊണ്ടാണ് അത് ഇന്ന് അതൊരു വളരെ റിയാലിറ്റി ആയിട്ട് തോന്നുന്നത്. ഇപ്പൊ ഒരു കഴിഞ്ഞ 20 വർഷത്തിന് മുമ്പ് പോലും വിഡിത്തമെന്ന് പലപ്പോഴും തോന്നാവുന്ന കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ റിയാലിറ്റി ആയിട്ടുണ്ട്, വളരെ ക്ലിയർ ആയിട്ട്, അല്ലെ? സോ ഐ തിങ്ക് ദാറ്റ് എബിലിറ്റി ടു ഇമാജിൻ തിങ്സ്, ഐൻസ്റ്റീൻ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഇന്റലക്റ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലും ക്രിയേറ്റിവിറ്റിക്കും ഇമാജിനേഷനുമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഐ തിങ്ക് ദാറ്റ് ഫ്രീഡം ഷുഡ് ബി there, and faculty should be people who are able to actually conceptualize things which are even given in science fiction story. ജൂൾസ് വെർണയുടെ ഒക്കെ നോവൽസിലൊക്കെ പറഞ്ഞതുപോലെ അന്ന് പറഞ്ഞ ബഹിരാകാശ യാത്രകളൊക്കെ പലപ്പോഴും ഇപ്പം സാധ്യമായിട്ട് വരുന്നത്. ഇപ്പൊ നമ്മൾ ഇലോൺ മസ്കിന്റെ സ്റ്റോറി തന്നെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഫിസിക്സിലുള്ള നോളജാണ് എപ്പോഴും അദ്ദേഹത്തെ സക്സസിലേക്ക് നയിക്കുന്നത്, ഓരോ പ്രശ്നം നേരിടുമ്പോഴും സോൾവ് ചെയ്ത് മുന്നേറാൻ പറ്റുന്നത്. Absolutely. അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽ ടു യുവർ ക്വസ്റ്റ്യൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ, പലപ്പോഴും ഫാക്കൽറ്റി ഒരു 3 സ്റ്റെപ്സ് അല്ലെങ്കിൽ 4 സ്റ്റെപ്സ് എഹെഡ് ആയിട്ട് ഇത് എങ്ങനെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ടാവുക എന്നുള്ളത് അവർക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ട്. ആക്ച്വലി ഇതിപ്പോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വർഷം മുമ്പ് ആരെങ്കിലും പറയാണ് നിങ്ങൾ ചാറ്റ് ജിപിടി എഴുതുന്നത് പോലെ തന്നെ എനിക്ക് ഇപ്പം ഇന്ന ആളുടെ അടുത്ത് സംസാരിക്കാൻ പോവുകയാണെങ്കിൽ ഒരു ഇമെയിൽ എനിക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് അതേപോലെ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വരൂ എന്നുള്ളത് ഒരു 10 വർഷം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ഹാവ് ലുക്ക്ഡ് റിഡിക്കുലസ്. പക്ഷെ അന്ന് അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ അതിനെ പറ്റിയിട്ട് ആരോ വിഭാവനം ചെയ്യാൻ പറ്റുന്നതും അതിലേക്ക് നയിക്കാൻ കഴിയുന്നത്, ഇന്നിപ്പോ നമ്മള് മാർസിനെയും മറ്റുള്ള അന്യഗ്രഹങ്ങളെയൊക്കെ കോളനൈസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഇപ്പോഴും സ്വപ്നം കാണുന്നുണ്ട്. അതൊരു പക്ഷേ എനിക്ക് 100% ഉറപ്പാണ്, ഒരു 50-60 വർഷങ്ങൾക്ക്, മേ ബി അതിന് ഏർലിയർ തന്നെ ദാറ്റ് വിൽ ബിക്കം എ റിയാലിറ്റി, റൈറ്റ്? സോ ഐ തിങ്ക് faculty members work, professors, researchers work in that area where they are able to envisage things and they actually lead industry. ഞാൻ വേറൊരു കാര്യം ഇതിൽ പറയാനുണ്ട്. ഞാൻ ഒരു തവണ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ വളരെ സീനിയർ ആയിട്ടുള്ള നമ്മളുടെ അലംനെ ആയിട്ടുള്ള എന്റെ പ്രൊഫസേഴ്സുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇൻഡസ്ട്രി ആയിട്ടുള്ള കൊളാബറേഷൻ, ലൈക്ക് ഫോർ യു ടു വാലിഡേറ്റ് ഓൾ യുവർ തിങ്സ് യു നീഡ് ഇൻഡസ്ട്രിയൽ ഡേറ്റ ആൻഡ് ഓൾ ഓഫ് ദോസ് തിങ്സ്. സോ അവരുടെ അതിനെപ്പറ്റിയുള്ള വീക്ഷണം വളരെ വ്യത്യസ്തമായിരുന്നു. ഇൻഡസ്ട്രി ആശ്രയിച്ചിട്ടല്ല ഞങ്ങളുടെ റിസർച്ച് ചെയ്യുന്നത്, ഞങ്ങളുടെ റിസർച്ചിനെ ആശ്രയിച്ചിട്ടാണ് ഇൻഡസ്ട്രി ഫോളോസ് അസ് എന്നുള്ളതാണ് അവരുടെ അത് ഡേറ്റ ലേറ്റസ്റ്റ് സ്റ്റേജിൽ വാലിഡേറ്റ് ചെയ്യാം. പക്ഷേ ദീസ് in their mind, and that's how it should be, academia and research are actually a few steps ahead of what industry is currently doing, right? അങ്ങനെയുള്ള അതാണ് that is the ideal situation. അങ്ങനെ ഒരു കൾച്ചർ നമ്മുടെ രാജ്യത്ത് വരാൻ എന്താണ് വേണ്ടത്? അത് ഒന്നാമത് വേണ്ടത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, obvious thing, we have to have a capital investment and in research. We have to have the latest kind of equipment and all of those things. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നമ്മളുടെ പല ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഇപ്പം IITs ഒക്കെ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ Tier 2, Tier 3 കോളേജുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ they leave much to be there is a lot of room for improvement in those areas. Second, high quality people. I think make sure that we attract the highest quality people and give them the conditions that they need to work independently without any kind of obstacles or any of that. ആ ഒരു സാഹചര്യം ട്രെയിൻഡ് റിസോഴ്സസിന് അല്ലെങ്കിൽ ടോപ്പ് സയന്റിസ്റ്റിന് വന്നിട്ട് രാജ്യത്ത് വർക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ സംസ്ഥാനത്ത് വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടുതലായിട്ട് എൻകറേജ് ചെയ്യാതെ ഇപ്പൊ തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. ഒരു 50 വർഷത്തിന് മുമ്പത്തെ വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് വളരെ ടോപ്പ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ തന്നെ ഇപ്പൊ IIT കേസിൽ തന്നെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 90% ആൾക്കാരും US പോയിട്ട് PhD ചെയ്യായിരുന്നു. ഇപ്പൊ ആക്ച്വലി 90% ആൾക്കാർ സ്റ്റേ ബാക്ക് ചെയ്യാണ് ഇന്ത്യയിൽ തന്നെ, ഒന്നെങ്കിൽ ജോലി
എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ റിസർച്ചിൽ ജോയിൻ ചെയ്യുകയാണ്. ഓൺലി 10% ഓഫ് ദ പീപ്പിൾ ആർ ഗോയിങ് അബ്രോഡ്. ഐ തിങ്ക് ദാറ്റ് ഇസ് എ ബിഗിനിങ്. അവർക്ക് വേണ്ടത്. പിന്നെ രണ്ടാമത് കാര്യം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഗവേണൻസ് സ്ട്രക്ചർ ഫോർ ദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷുഡ് ബി വെരി റിഗറസ് വിത്തൗട്ട് ആക്ച്വലി it becoming an interference. While you give them the freedom to work, you should also measure them through very clear KPIs or key performance indicators. അപ്പം ഇന്റർമീഡിയറ്റ് മൈൽ സ്റ്റോൺസ് 5 വർഷം കഴിഞ്ഞിട്ട് റിസർച്ച് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിനുശേഷമേ നമ്മൾ മെഷർ ചെയ്യാവുന്നുള്ള ഇന്റർമീഡിയറ്റ് മൈൽ സ്റ്റോൺസ് ഉണ്ടായിരിക്കണം. അതിനുള്ള ഇൻസെന്റീവ് സ്ട്രക്ചേഴ്സ് ഷുഡ് ബി, അതായത് ഈ മൈൽ സ്റ്റോൺസ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അടുത്ത സ്റ്റേജ് ഫണ്ട് ചെയ്യൂ എന്നുള്ളത് അവരെ ട്രാക്ക് ചെയ്യണം റെഗുലർ ആയിട്ട്. സോ എംപവർമെന്റ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. അങ്ങനെ ഒരു വർക്ക് കൾച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊണ്ടുവരണം. പിന്നെ അതുപോലെ തന്നെ വെസ്റ്റേൺ വേൾഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ US-ലൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇഫ് യു ആർ എൻ MIT പ്രൊഫസർ ഓർ എ സ്റ്റാൻഫോർഡ് പ്രൊഫസർ, ഐ തിങ്ക് യുവർ status in the society is really high. That is the way they are perceived, that the way they are respected. I am not sure if all our professors or scientists are respected in a similar way. I think they hold a very high position in the society in the Western world. I think it is important to start respecting our top scientists the way they deserve, right? Like, I mean, so other trained resource ne konduvaria, avarku interference ഒന്നും ഇല്ലാത്തുള്ള ഔട്ട്കം മാത്രം നോക്കിയിട്ടുള്ള ഒരു വർക്ക് കൾച്ചർ ഉണ്ടാക്കുക, അതിന് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഉണ്ടാക്കുക, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഇൻ ദിസ് ജേർണി വി മേ ഹാവ് ടു പാർട്ട്ണർ വിത്ത് എ ലോട്ട് ഓഫ് ഓർഗനൈസേഷൻസ് ഔട്ട്സൈഡ്. ഐ തിങ്ക് ഗോയിങ് ത്രൂ നോട്ട് എവറിത്തിങ് can be done in an organic way through our own way alone. പലത്തിനും വളരെ ഫോറിൻ യൂണിവേഴ്സിറ്റികളായിട്ടോ അല്ലെങ്കിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ ഒക്കെ ആയിട്ട് നമുക്ക് കൊളാബറേഷൻസ് ആൻഡ് പാർട്ണർഷിപ്സ് വേണ്ടി വരും. അത് തീർച്ചയായിട്ടും ചെയ്യാം. ലോങ് ടേം വിഷൻ, അടുത്ത 10 വർഷത്തിനകത്ത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എന്താണ് വരാൻ പോകുന്നത്, അത് പിന്നെ ഒരു മിഷൻ മോഡിൽ മെഷർ ചെയ്ത് എക്സിക്യൂഷൻ ഇസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് ലൈക്ക് കോൺസെപ്ച്വലൈസിങ് ആൻഡ് സ്ട്രാറ്റജൈസിങ്, ഐ തിങ്ക് എക്സിക്യൂഷൻ റിഗർ ഇസ് ഓൾസോ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദാറ്റ് ഇസ് വെയർ ഐ തിങ്ക് top class administrators and management professionals can be employed to make sure that these outcomes actually happen. ഇനി നമ്മൾ കേരളത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഇവിടെ സർവകലാശാലകളിലും ഉന്നത ഗവേഷണ സ്ഥാപനങ്ങളിലുമൊക്കെ ധാരാളം ഇന്നോവേഷൻസ് നടക്കുന്നുണ്ട്. പക്ഷേ അത് ലാബിൽ നിന്ന് മാർക്കറ്റിലേക്ക് ഒരു ഉൽപ്പന്നമായി എത്തുന്ന ടെക്നോളജീസ് വളരെ കുറവാണ്. അപ്പോൾ IIT മദ്രാസ് മോഡലിൽ നിന്ന് കേരളത്തിൽ നോക്കുമ്പോൾ കേരളത്തിൽ എന്തൊക്കെ സ്ട്രക്ചറൽ ചേഞ്ചസ് ആവശ്യമാണ്? ഇപ്പോൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിൽ, ഇൻഡസ്ട്രി കൊളാബറേഷനിൽ, ഇപ്പോൾ കോളേജുകളിൽ പുതിയ കോഴ്സുകൾ അനുവദിക്കുന്നതിൽ, അലുമിനൈ എൻഗേജ്മെൻറ്റ്, ഫണ്ടിങ് മോഡൽ, അക്കൗണ്ടബിലിറ്റി, ഇവയിലൊക്കെ കേരളം എവിടെയൊക്കെ പിന്നിലാണ്? നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം? അന്തിമമായി നമ്മുടെ കുട്ടികൾ നാട് വിട്ടു പോകരുത്, മറ്റ് രാജ്യങ്ങളിലേക്ക് അൺസ്കിൽഡ് ലേബറേഴ്സായിട്ട് കുടിയേറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ തന്നെ ഒന്ന് ക്ലിയർ ആയിട്ടുള്ള 3-4 കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്ന്, നമ്മളുടെ സിലബസിന്റെ കേസിൽ തന്നെ ലൈക്ക് ഓവറോൾ ഇപ്പം കേരള ടെക്നോളജി യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഇന്റേൺഷിപ്പിനും ഇൻഡസ്ട്രി ഇമേഴ്ഷനും ഒക്കെ ഫോക്കസ് കൊടുത്തിട്ടുള്ള ഒരു കരിക്കുലം എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ തിങ്ക് എനി പ്രാക്ടീസിംഗ് പ്രൊഫഷൻസ്, ബി ഇറ്റ് എഞ്ചിനീയറിംഗ് ഓർ മെഡിസിൻ ഓർ ലോ ഓർ എനി ഓഫ് ദാറ്റ് തിങ്, ഐ തിങ്ക് ദാറ്റ് കോഴ്സ് കരിക്കുലം ഷുഡ് ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഓൺ ഇന്റേൺഷിപ്സ്. ഞാൻ കഴിഞ്ഞ ഓപ്പൺ എയുടെ വളരെ സീനിയർ ആയിട്ടുള്ള ലീഡേഴ്സുമായിട്ട് സംസാരിക്കുകയായിരുന്നു US-ലെ സിലിക്കൺ വാലിയിൽ. അന്നേരം ഐ ആസ്ക്ഡ് ദം വാട്ട് ഡു ദേ ലുക്ക് ഫോർ വൈൽ ദേ ഹയർ ടോപ്പ് ടാലന്റ്. സോ അവർ പറഞ്ഞ കോളേജിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ നോക്കുന്നത് എത്രത്തോളം എക്സ്പീരിയൻസ് ഇന്റേൺഷിപ്പ് അവർക്ക് ഉണ്ട് എന്നുള്ളത്. ദാറ്റ് ബിക്കംസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതൊക്കെ see, and there has to be a certain amount of intellectual honesty and sincerity to this whole thing, right? Like, I mean, it just cannot be a tick mark in terms of doing the internships. ഇന്ന സ്ഥലത്ത് ഞാൻ 4 ഇന്റേൺഷിപ്പ് ചെയ്തു എന്നുള്ളതല്ല, അതിന്റെ ക്വാളിറ്റി ഓഫ് ഇന്റേൺഷിപ്സ്, ദ എമൗണ്ട് ഓഫ് എഫേർട്ട് ദാറ്റ് പീപ്പിൾ പുട്ട് ഇൻ ടു ദിസ്, ഓൾ ഓഫ് ദാറ്റ് ബിക്കം വെരി ഇമ്പോർട്ടൻറ്റ്. ഐ തിങ്ക് ദ ഹൈ ക്വാളിറ്റി ഇന്റേൺഷിപ്സ്, ഹൈ ക്വാളിറ്റി curriculum changes which will involve a lot of practical experience becomes very important. That's one. Second is industry interfaces.
ഹാസ് ടു ബി മച്ച് മോർ സ്ട്രെങ്തൻഡ്. ഇപ്പം കേരളത്തിൽ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള, വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ആക്ച്വലി നമ്മളിപ്പം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത്, ഇപ്പോൾ ഹൈദരാബാദിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലോ ഡൽഹിയിലോ മുംബൈയിലോ ഏതെങ്കിലും ടോപ്പ് കമ്പനിയിൽ പോയി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മലയാളികളാണ് അവിടെ ടോപ്പ് സ്ഥാനങ്ങളിലൊക്കെ ഉള്ളത്. വളരെ അഭിമാനം തോന്നിയിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ തോന്നിയിരിക്കുന്നത് അത് അവരൊന്നും നാട്ടിൽ നിന്നിട്ട് അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു വന്നിരിക്കുന്നത്. സോ ഇൻഡസ്ട്രി ഇന്റർഫേസ് വളരെ, ഇപ്പൊ കോളേജുകളിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഇൻഡസ്ട്രി ഇന്റർഫേസ് ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് തന്നെ പലപ്പോഴും മറ്റ് സ്റ്റേറ്റുകളിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോ ഉള്ള സ്ഥലങ്ങളിൽ പോയി ഒരുപാട് പഠിക്കുന്നവർ നന്നായി വരുന്നവരുണ്ട്. വി ക്യാൻ ഡു ഓൾ ദീസ് തിങ്സ് വിത്തിൻ ദ സ്റ്റേറ്റ്. അതിനായിട്ട് പ്രത്യേകം ഇൻഡസ്ട്രി ഇന്റർഫേസ് സെല്ല് എല്ലാ കോളേജുകളിലും ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ കുറച്ച് രൂപത്തിലും ഭാവത്തിലും ഒക്കെ കുറച്ച് മാറ്റം വരുത്താം. പക്ഷേ എവറി കോളേജ് ഷുഡ് ഹാവ് എൻ ഇൻഡസ്ട്രി സെൽ, ഇൻഡസ്ട്രി ഇന്റർഫേസ് സെൽ, ആൻഡ് ദാറ്റ് ഷുഡ് ബി വെരി ഫങ്ഷനിങ്. അത് വളരെ, അത് അറ്റ്മോസ്റ്റ് സീരിയസ്നെസ് ഓടുകൂടി അത് അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് അത് സ്ട്രക്ചേർഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞങ്ങൾ തന്നെ ഇപ്പം IIT മദ്രാസിൽ നിന്ന് പല സ്ഥലങ്ങളിലും ഇൻഡസ്ട്രി ഇന്ററാക്ഷൻ പോകുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, IIT-യിലെ ആൾക്കാർ എന്തിനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെയുള്ള ഇതിന് ചോദിക്കുന്ന ഇന്റേൺഷിപ്പിന്, അല്ല ഇന്റേൺഷിപ്പ് അല്ല, ഇപ്പൊ റിസർച്ച് കൊളാബറേഷൻ ഇങ്ങോട്ട് വന്ന് ചോദിക്കേണ്ട കാര്യം എന്താണ് എന്നുള്ളത്. സോ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു നർച്ചർ ദ ബ്രാൻഡ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു റിമെയിൻ ഹംബിൾ ആൻഡ് ഗെറ്റ് ഇൻഡസ്ട്രി പെർസ്പെക്ടീവ്സ് ഓൾ ദ ടൈം. ഔട്ട്സൈഡ് ഇൻ പെർസ്പെക്ടീവ്സ് എപ്പോഴും നമ്മൾ IIT ആകട്ടെ അല്ലെങ്കിൽ IISc ആവട്ടെ, ഏത് ഇതാണെങ്കിലും പുറത്ത് എന്താണ് നടക്കുന്നത്, ഇൻഡസ്ട്രിയിൽ എന്താണ് നടക്കുന്നത്, ആ ഔട്ട്സൈഡ് ഇൻ പെർസ്പെക്ടീവ്സ് കിട്ടേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് നമ്മൾ അങ്ങോട്ട് ചെന്ന് തന്നെ അവരുടെ ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ ചാലഞ്ചസ്, പ്രോബ്ലംസ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫീൽഡ് തിങ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. So and you will have to persist, right? Like, I mean, you can say ലോകത്തെ ഏറ്റവും വലിയ ബ്രാൻഡുകളിൽ പെടുന്നതായിരിക്കും ഇപ്പം P&G, ജനറൽ ഇലക്ട്രിക്കോ, അവരെല്ലാം. പക്ഷേ they still spend a lot of money in terms of nurturing the brand. Right? It is very important, right, for our people also. Third part is alumni, leveraging the alumni network. അതായത് കേരളത്തിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട്, കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട്, അല്ലെങ്കിൽ കുസാറ്റില് സൂപ്പർ ആയിട്ട് ഇപ്പം അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഫഷണൽസ് അതിന്റെ അലംനെ ആയിട്ടുണ്ട്. പക്ഷെ ഹൗ വെൽ ആർ വി ലീവറേജിങ് ദോസ് അലംനെ എക്സ്പെർട്ടീസ്? ആൻഡ് വി സേ ദാറ്റ് വി ക്യാൻ ലീവറേജ് അലംനെ എക്സ്പെർട്ടീസ് ത്രൂ മൾട്ടിപ്പിൾ തിങ്സ്. Time of the alumni, talent, or the deep domain expertise that they have, right, or the exposure that they have, their professional networks. I know that I can reach out to any company in the world or any university in the world at the highest level through my alumni network. You name any company, you name any university, they are just 1 degree or 2 degree separation away from me. Like, I can reach out. We leverage their professional networks, and they're more than happy to help us through that. Then time, talent, deep domain expertise, professional networks, then financial support. Of course, all of them are equally important, right? And all of them can be given by alumni of the institute. അത് leverage ചെയ്യുക. അതിനായിട്ട് ഒരുപാട്, that's a different discussion altogether. How do you actually build an alumni management office in every college? By systematically building a database of all these people, where they are, what they are doing, and all of that, and systematically reaching out to those people, doing some pilot projects within the institute to build credibility and confidence of the college. ഇവിടെയുള്ള ആളുകൾ പൈസ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് നല്ല രീതിയിൽ ആ പ്രോജക്റ്റ് കൊണ്ട് നടക്കുമെന്നും അതിനെ ട്രാക്ക് ചെയ്യുന്നു, അതിന്റെ ഔട്ട്കം ഡെലിവർ ചെയ്യുമെന്നുള്ള, അത് ഇറ്റ് ടേക്സ് സം ടൈം. ഇറ്റ് കനോട്ട് ബി ഡൺ ഇൻ 1 year or 2 years. അവിടെ ഒരു കാര്യം നമുക്ക് ഓർമ്മിപ്പിക്കാനുമുണ്ട്. ഇപ്പോൾ കോഴിക്കോട് നമ്മൾ അങ്ങനത്തെ സക്സസ് മോഡൽ കണ്ടു, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ, ഇപ്പോൾ സ്കൂളുകളുടെ കാര്യത്തിൽ. പക്ഷേ ട്രിവാൻഡ്രത്ത് അത് ഫെയിലായി, മോഡൽ സ്കൂളിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ. കാരണം അലുമിനി നെറ്റ്വർക്ക്, ഇപ്പോൾ ക്രിസ് ഗോപാലകൃഷ്ണൻ, മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ആ മോഡൽ സ്കൂളിനെ ഉന്നത നിലവാരത്തിൽ എത്തിക്കാൻ വന്നിട്ട് അത് നടന്നില്ല. പക്ഷെ കോഴിക്കോട് സക്സസ് ആയി, അവിടെ ഉള്ളവർ ശ്രമിച്ചപ്പോൾ. അപ്പോൾ ഇതൊക്കെ, അപ്പോൾ ഒരു അക്കൗണ്ടബിലിറ്റിയും നമ്മൾ തുല്യ പ്രാധാന്യം നൽകണം തോന്നുന്നു. അക്കൗണ്ടബിലിറ്റി തുല്യ പ്രാധാന്യം കൊടുക്കണം. വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ, ലൈക്ക് മെനി ഓഫ് ദ അതർ പ്രോജക്ട്സ്, നമ്മളൊരു 2-3 സ്ഥാപനങ്ങളെ അല്ലാതെ ഒരുപക്ഷെ ഒരു 50 സ്ഥാപനങ്ങളെ വെച്ച് ചെയ്യണം. അതിന് ഞാൻ കാരണം പറയാം. ചിലപ്പോൾ നമ്മൾ 2 സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ 3 സ്ഥാപനങ്ങളെ വെച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും അവിടുത്തെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് കാരണം അത് നടക്കാതെ വരും. അതോടുകൂടി ഈ കോൺസെപ്റ്റ് തന്നെ തെറ്റാണ്, അല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് തന്നെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ റിജക്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതേസമയത്ത് ഒരു 50 എണ്ണത്തിൽ അത് എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, വി നോ ദാറ്റ് ദിസ് കോൺസെപ്റ്റ് ഇസ് എ വേ ടു ഗോ, ദിസ് വിൽ വർക്ക്. യു വിൽ ഫൈൻഡ് ദാറ്റ് ദ പെർസെന്റേജ് ഓഫ് പീപ്പിൾ ഹു ഫെയിൽ ആർ ലൈക്ക്, there will always be some
some failures and some successes and all of that. അപ്പം ഈ 50 എണ്ണം ചെയ്യുമ്പോഴും ഒരുപക്ഷെ ഈ ചിലപ്പോൾ ഈ 2-3 എണ്ണം മാത്രമേ ഫെയിൽ ആയിട്ടുണ്ടാവുള്ളൂ, ബാക്കി 47 എണ്ണം ചിലപ്പോൾ സക്സസ് ആയിരിക്കും. സോ ഫസ്റ്റ് ഹാവ് എ സാമ്പിൾ സൈസ് ലാർജ് ഇനഫ് ടു ഡെമോൺസ്ട്രേറ്റ് ദ സക്സസ് ഓഫ് ദിസ് ഹോൾ പ്രോജക്ട്, റൈറ്റ്? ആൻഡ് സെക്കൻഡ് പോയിന്റ്, സക്സസ് ബ്രീഡ് സക്സസ്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ തന്നെ പലപ്പോഴും ഫാക്കൽറ്റി മെമ്പേഴ്സുമായിട്ട് അവരെ കൺവിൻസ് ചെയ്യുമ്പം എനിക്ക് ഒരു പ്രീവിയസ് ഡയറക്ടർ തന്ന ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ ചെന്ന് ഫോഴ്സ് ചെയ്ത് കൺവിൻസ് ചെയ്യുന്നതിലും നല്ലത് വർക്ക് വിത്ത് പീപ്പിൾ ഹു ആർ വില്ലിംഗ് ടു വർക്ക് ആൻഡ് ക്രിയേറ്റ് സക്സസ് സ്റ്റോറീസ്, ആൻഡ് ദേ വിൽ നാച്ചുറലി ഗ്രാവിറ്റേറ്റ് ടുവേർഡ്സ് ദിസ് കോൺസെപ്റ്റ്. അത് ടെസ്റ്റിമോണീസ്, അത് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ കഴിയുക, അത് വളരെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ കഴിയുക, എന്തൊക്കെയാണ് ഇമ്പാക്ട്. അങ്ങനെ ഒരു 10 സ്ഥലത്ത് സക്സസ് ഉണ്ടാകുമ്പോൾ, കോഴിക്കോടിന്റെ പറഞ്ഞതുപോലെ ഒരു 10 സ്ഥലത്ത് സക്സസ് ഉണ്ടാകുമ്പോൾ മോർ ആൻഡ് മോർ പീപ്പിൾ വിൽ follow this model and will also start asking, why is it that it didn't work with me in our case? What can we do to rectify the situation and make it also success? I think these are some of the, so work ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പ്രിസർവ് ചെയ്ത് ട്രാക്ക് ചെയ്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്നുള്ള ഒരു സക്സസ് സ്റ്റോറി ഉണ്ടാക്കി അത് അലൈൻ ചെയ്യുക അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുക എന്നുള്ളതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് അക്കാഡമിക് ഫ്രീഡം, റിസർച്ച് ഓറിയൻറ്റഡ് കൾച്ചർ വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കേരളത്തിൽ പക്ഷെ പലപ്പോഴും അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ രാഷ്ട്രീയ ഭരണപരമായ ഇടപെടലുകളുടെ സമ്മർദ്ദം നേരിടുകയാണ്. നമുക്കിപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടത് കാണാം. അപ്പോൾ മാറുന്ന ലോകത്തിനനുസരിച്ച് നമ്മുടെ കലാലയങ്ങളെയും ഗവേഷണ സ്ഥാപനങ്ങളെയും കൂടുതൽ ഓട്ടോണോമസും റിസർച്ച് ഡ്രിവണും ആക്കാൻ എന്തൊക്കെ പോളിസി ലെവൽ റിഫോംസ് ആവശ്യമാണ്? ഫസ്റ്റ് പോയിന്റ് that we already discussed, empowerment and accountability go hand in hand, right? When there is funding from the public, right, public have the right to ask for outcomes from the university. Like taxpayers-ന്റെ പൈസ ഉപയോഗിച്ചിട്ട് തീർച്ചയായിട്ടും പബ്ലിക് ഫണ്ടിങ് ഉപയോഗിച്ചിട്ട് ഗവൺമെന്റ് ഫണ്ടിങ് ഉപയോഗിച്ചിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്തൊക്കെ സംഭവിച്ചു, അവിടുത്തെ ഔട്ട്കം എന്താണ് എന്ന് ചോദിക്കാനുള്ള ഒരു ഇതും, അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ടൊരു ഫ്രെയിം വർക്ക്, ഒരു ഗവേണൻസ് ഫ്രെയിം വർക്ക്, എ പ്രോസസ് ഡ്രിവൻ ഗവേണൻസ് ഫ്രെയിം വർക്ക് ഷുഡ് ബി there always, and that should be independent of who is in governance, which government comes, who are the people in positions of power. അതിനെ അനുബന്ധിച്ചിട്ടല്ല നിൽക്കുന്നത്. അതിനതീതമായിട്ട് നാളെ ഞാനായിരിക്കാം, അല്ലെങ്കിൽ താങ്കളായിരിക്കാം, അല്ലെങ്കിൽ വേറൊരാളായിരിക്കാം ആ ഗവർണൻസ് പൊസിഷനിൽ ഇരിക്കുന്ന. അതിനതീതമായിട്ട് യൂണിവേഴ്സിറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ പ്രോസസ് ഫ്രെയിംവർക്ക് ഷുഡ് ഓൾവേസ് റിമെയിൻ ആസ് സച്ച്, ആൻഡ് ഇറ്റ് ഷുഡ് ബി റീവിസിറ്റഡ് ഫ്രം ടൈം ടു ടൈം ടു മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഇവോൾവ്സ്, കാലികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഇവോൾവ് ചെയ്യുന്ന രീതിയിൽ. സോ ആ ഇൻഡിപെൻഡൻസ് ഫ്രീഡം കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൊസൈറ്റിയിൽ നിന്ന് ഈ യൂണിവേഴ്സിറ്റി റിസർച്ചിൽ നിന്ന് വരുന്നതും ലോങ് ടേം ദേ കൻ ക്രിയേറ്റ് എ ലോട്ട് ഓഫ് സോഷ്യൽ ഗുഡ്. റിസർച്ച് ഔട്ട്കം മാത്രമല്ല, ദേ കൻ ക്രിയേറ്റ് ഹൈ ക്വാളിറ്റി മാൻ പവർ. ദേ ഡു ക്രിയേറ്റ്, ദേ ആർ ദ ഓൺലി പ്ലേസസ് വെയർ ഹൈ ക്വാളിറ്റി മാൻ പവർ ഇസ് ക്രിയേറ്റഡ്. ഇതൊക്കെ ഒരു രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്താണെങ്കിൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവരുടെ ഭരണ സമയത്ത് ഇന്ന യൂണിവേഴ്സിറ്റിയിൽ ഇത്ര നടന്നു, അല്ലെങ്കിൽ ഇത്ര ആൾക്കാരെ അവിടെ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തു. പിന്നെ ഡോക്ടറൽ റിസർച്ചിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളിപ്പം കേരളത്തിലൊക്കെ അധികം അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡീസ് ഒരുപാട് നടക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ PhD-യുടെ ക്വാളിറ്റി, PhD സ്റ്റഡീസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, ദാറ്റ് ഇസ് ഫണ്ടമെന്റലി എവറി ഗുഡ് യൂണിവേഴ്സിറ്റി ഹാസ് ഗോട്ട് എൻ എക്സലന്റ് ഡോക്ടറൽ പ്രോഗ്രാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതൊക്കെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭരണത്തിലിരിക്കുന്നവർക്കും അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ കഴിയും എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അറ്റ് യുവർ ടൈം ഓഫ് ഗവേണൻസ് so many outcomes happened. So senior IAS ഓഫീസേഴ്സിൽ നിന്ന് സംസാരിച്ചിരുന്ന എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച പണ്ടുള്ള കാര്യങ്ങളിൽ നല്ല ക്വാളിറ്റി വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ഭരണാധികാരിയാണെങ്കിലും അത് അപ്രീഷിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. കാരണം ഒരുപക്ഷെ അതിന്റെ ക്രെഡിറ്റ് അവർക്ക് കിട്ടുമായിരിക്കും, ദാറ്റ് ഇസ് ഓക്കെ. ലൈക്ക് ഐ മീൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദേ ഹാവ് ഫെസിലിറ്റേറ്റഡ് ദാറ്റ് ഹോൾ തിങ്. പക്ഷേ they are willing to let you do good work as long as they are convinced of your integrity, your objective, your work ethic and all of those things എന്നുള്ളതാണ് എനിക്ക് പലരിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. I also believe in that actually. നമ്മുടെ ലക്ഷ്യം നമ്മുടെ യുവതലമുറ ഇവിടെ തന്നെ തുടരണം, ഇവിടെ സ്റ്റാർട്ടപ്സ് തുടങ്ങണം, രാഷ്ട്ര നിർമ്മാണത്തിന് പങ്കാളികളാകണം എന്നുള്ളതാണ്. അപ്പോൾ അതിനായി നമ്മൾ യങ് പ്രൊഫഷണൽസിനും സ്റ്റുഡൻസിനും നൽകാനുള്ള മെസ്സേജ് എന്താണ്? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് എവറി പ്രോജക്ട് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് ഹാസ് സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ടീസ് ഓർ ലൈക്ക് എ ടെക്നോളജി എക്സ്പെർട്ടീസ്, ഓൾ ഓഫ് ദാറ്റ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ടു ഹാവ് സം സോളിഡ് ഫൗണ്ടേഷൻസ്.
ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഞാൻ എല്ലാവരെയും ഒരുമിച്ച് ജനറലൈസ് ചെയ്ത് പറയല്ല. ഞാൻ ചിലപ്പോഴും ഒന്ന് കേരളത്തിന് ഇപ്പൊ നല്ലൊരു സ്റ്റാർട്ടപ്പ് മിഷനും നല്ല സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസും വരുന്നുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പലപ്പോഴും ചില സ്റ്റാർട്ടപ്പിന്റെ ആളുകളുമായിട്ട് സംസാരിച്ചപ്പോഴേക്കും അവരുടെ ടെക്നിക്കൽ ഫൗണ്ടേഷൻ അത്ര ഒരു സോളിഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഐ ഡോണ്ട് നോ, ഐ വാസ് നോട്ട് ഷുവർ ഇഫ് ദേ അണ്ടർസ്റ്റുഡ് ദ ഹോൾ ടെക്നോളജി ഡീറ്റെയിൽസ് ലൈയിങ് ബിലോ ദാറ്റ്, റൈറ്റ്? അതൊന്നും അറിയാതെയും ഒരു ആവറേജ് ലെവൽ സ്റ്റാർട്ടപ്സ് ഒക്കെ ഉണ്ടാക്കി കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി ആളുകൾക്ക് പോവാവുന്നതാണ്. പക്ഷേ ഐ എം ടോക്കിംഗ് അബൌട്ട് ഹൗ കെൻ യു ബിൽഡ് good companies and long-term companies, and which will survive for several years and which are based on solid foundation. So young professionals in a sammanjatholam, I think they have to have depth of understanding, depth of knowledge. They need to very clearly have that. Second, it is important for them to have an appreciation for interdisciplinary science. I mean, interdisciplinary, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു സൊല്യൂഷൻ പെർസ്പെക്റ്റീവിലായിട്ടാണ് നമുക്ക് നോക്കേണ്ടത്. അല്ലാതെ ഒരു പെർട്ടിക്കുലർ ഒരു പ്രോബ്ലം ഒരു ഫിസിക്സോ കെമിസ്ട്രിയോ മാത്തമെറ്റിക്സോ മാത്രം ഉപയോഗിച്ച്, അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ മാത്രം ഉപയോഗിച്ചിട്ട് ഒന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ ക്ലൈമറ്റ് ചേഞ്ച് പ്രോബ്ലം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും എയുടെ പ്രോബ്ലംസോ എ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു ഹാവ് പീപ്പിൾ ഫ്രം വിത്ത് ഇന്റർഡിസിപ്ലിനറി കേപ്പബിലിറ്റീസ്. You may not be able to have capability or competence as an individual in every single area. You may be able to have expertise or depth of understanding in a particular area, but you have to have appreciation and respect for other, and understanding of the relevance for other disciplines in your project, and also should be able to work as a team. That brings us to the next part. The collaboration and team skills are very, very important. Not an individual can achieve. ഒറ്റ ആള് വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പ്രത്യേകിച്ച് ചേഞ്ച് ചെയ്യുന്ന വേൾഡിൽ കൊളാബറേഷൻ സ്കിൽസ് ആണ് ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അത് കോളേജുകളിലും പഠിപ്പിക്കണം. ടീമായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നത്, എബിലിറ്റി ടു സെറ്റ് എ ലാർജർ ദാൻ ലൈഫ് വിഷൻ, and then understand what it takes, where you stand currently, understand what it takes to reach that, what are various institutional pathways that you can create, how do you build a team around that with complementary skill sets. ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. Respect for science is important, and respect for people is also equally important. If you look at all these successful people, and I have had the fortune of interacting with a lot of successful people globally across the world, right? എല്ലാവർക്കും at the end of the day, nothing happened by luck alone, right? I mean, there are cases where being at the right time, right place, all of that played a role. But at the end of the day, people are gone up because of their work ethic, their discipline, the way they build skills and capabilities for them. They certainly have qualities which many of the other people don't have. തീർച്ചയായിട്ടും സ്വന്തമായ എഫേർട്ടിലൂടെയും സ്വന്തമായിട്ടുള്ള ഒരു അത്രയും മണിക്കൂറുകൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടൊക്കെ തന്നെയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ സക്സസ്. അത് ദർ ഇസ് നോ ഷോർട്ട് കട്ട് ടു ഇറ്റ്. അപ്പൊ അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് യങ് പ്രൊഫഷണൽസിനെ സംബന്ധിച്ച്. ഇന്നത്തെ കാലത്ത് എനിക്ക് എങ്ങനെയാണ് ഒരു മാസം കൊണ്ട് മില്യണയർ ആവുക എന്നുള്ള ചിന്തയാണ് എല്ലാ വ്യക്തികൾക്കും ഉള്ളത്. ആൻഡ് 35 years ആകുമ്പോൾ എങ്ങനെയാണ് റിട്ടയർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇത്. അത് എപ്പോഴും പ്രാവർത്തികമല്ല. അത് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലത്. നിങ്ങളുടെ കരിയർ ഒരു 60 വയസ്സ് വരെ, അല്ലെങ്കിൽ 50 വയസ്സ് വരെ, 55 വയസ്സ് വരെ, 60 വയസ്സ് വരെ ഉണ്ട്. സോ സിസ്റ്റമാറ്റിക്കലി ഹൗ ഡു യു ബിൽഡ് യുവർ കരിയർ? ഐ തിങ്ക് പീപ്പിൾ ഹാവ് ടു തിങ്ക് ത്രൂ ദാറ്റ്. ദീസ് ആർ തിങ്സ് ദാറ്റ് ഐ റിയലി വോണ്ട് ടു ഇൻഡിക്കേറ്റ്. നമ്മൾ ഇതുവരെ സംസാരിച്ചത് സയൻസ് ആൻഡ് ടെക്നോളജി രംഗത്തെ ഗവേഷണത്തെക്കുറിച്ച് അടിസ്ഥാനമാക്കിയാണ്. ഇതിൽ നമ്മൾ ഒരു രാഷ്ട്രം മുന്നേറുന്നതിൽ ഹ്യൂമാനിറ്റീസിൽ, ആർട്സിലൊക്കെ എന്താണ് പങ്കുവഹിക്കാനുള്ളത്? ആ മേഖലയിലും ഗവേഷണം വേണമല്ലോ. നമ്മൾ സസ്റ്റൈനബിലിറ്റി എന്നുള്ള കേസ് എടുക്കാം, റൈറ്റ്? സസ്റ്റൈനബിലിറ്റി ഇസ് എ വെരി കീ തീം അക്രോസ് ഗ്ലോബലി. അതിൻ്റെ അകത്ത് ഡീകാർബണൈസേഷൻ ഇസ് ഇൻവോൾവ്. അതിൻ്റെ അകത്ത് കാർബൺ സെക്വസ്ട്രേഷൻ അല്ലെങ്കിൽ ലീൻ കൺസ്ട്രക്ഷൻ മെത്തേഡ്സ്, സോളാർ, വിൻഡ് എനർജി, ഓൾ ഓഫ് ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ അകത്ത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബിഹേവിയറൽ സയൻസ് എന്നുള്ളത്. എങ്ങനെയാണ് ആളുകളുടെ ഡെയിലി ലൈഫിലെ ബിഹേവിയർ ആണ്, അത് മാറ്റിയിട്ടില്ലെങ്കിൽ ഇത് എത്ര മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കാര്യമില്ല. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം, അല്ലെങ്കിൽ നമ്മൾ വെള്ളം വാട്ടർ വേസ്റ്റ് ചെയ്യുന്നത്, റൈറ്റ്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഡെയിലി ലൈഫിലെ ബിഹേവിയറൽ സയൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഐ തിങ്ക് ദാറ്റ് ഇൻ ഓൾ ദീസ് തിങ്സ്, അല്ലെങ്കിൽ ഇപ്പൊ എ ഐയുടെ യൂസേജ് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്തിക്കൽ എ ഐ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. സോ ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇന്ത്യ നീഡ്സ് എ ലോട്ട് ഓഫ് ഫിലോസഫേഴ്സ്. ഗ്ലോബലി വി നീഡ് ലോട്ട് ഓഫ് ഫിലോസഫേഴ്സ്, ബിക്കോസ് ദിസ് ഗിവൻ
I mean, if you let loose this AI technologies and all of that, it can actually create a lot of havoc. It can induce biases in the way you do things. It can create all these things. അത് ഇപ്പം ന്യൂക്ലിയർ ഫ്യൂഷൻ കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഫിഷൻ കണ്ടുപിടിച്ച സമയത്ത് അത് നല്ല കാര്യത്തിനും ചീത്ത കാര്യത്തിനും ഉപയോഗിക്കുക എന്നതുപോലെ ദാറ്റ് ഇസ് എൻ എത്തിക്കൽ ഡയലമ അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം. ഇപ്പോഴും അത് ചെയ്യാൻ പറ്റും. ഈ അമ്യൂണിഷൻ ടെക്നോളജീസ് അത് പലതും ഡിഫൻസ് ടെക്നോളജീസ് നല്ല കാര്യങ്ങൾക്കും ചീത്തയ്ക്കും ഉപയോഗിക്കാൻ പറ്റും. ഈ AI ടെക്നോളജീസോ അല്ലെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങോ ഒക്കെ നല്ലതിനും ചീത്തയ്ക്കും ഉപയോഗിക്കാൻ പറ്റും. അത്തരം സന്ദർഭങ്ങളിൽ സോഷ്യൽ ഒബ്ലിഗേഷൻ, സൊസൈറ്റൽ വാല്യൂസ്, ഫണ്ടമെന്റൽ ഹ്യൂമൻ വാല്യൂസ് അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഫിലോസഫി. അവിടെയാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ആർട്സിനും ഹ്യൂമാനിറ്റീസിനും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള്. ഇപ്പം IIT-യിലൊക്കെ കമ്പൽസറി ആയിട്ട് 4-5 കോഴ്സ് ഒക്കെ ഹ്യൂമാനിറ്റീസിൽ ചെയ്യേണ്ടതുണ്ട്. മിക്കവാറും എല്ലാ കോളേജുകളിലും ഉണ്ട്. ഇവിടെ വരുന്ന ടെക്നോക്രാറ്റുകൾ എല്ലാം എംഫസൈസ് ചെയ്ത ഒരു കാര്യമാണ് താങ്കൾ ഇപ്പൊ പറഞ്ഞത്. അതായത് ഹ്യൂമാനിറ്റീസ് കോഴ്സസ് കൂടുതൽ പഠിക്കണം. അതുകൊണ്ട് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ക്രിയേറ്റീവ് പാർട്ട് ഓഫ് യുവർ ബ്രെയിൻ ആക്ച്വലി വർക്ക്സ് മോർ ആൻഡ് ക്രിയേറ്റീവ് സൊല്യൂഷൻസ്, ക്രിയേറ്റിവിറ്റി ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. യുവർ ഹ്യൂമൻ വാല്യൂസ് ഷുഡ് ബി ഫോക്കസ്ഡ് ഓൺ, റൈറ്റ്, ഹൗ ഇറ്റ് അഫക്ട്സ് നമ്മളുടെ ചെയ്തികൾ കൊണ്ട് സമൂഹത്തിൽ എന്തൊക്കെ നല്ലതുണ്ടാവുന്നു, എന്തൊക്കെ വിപത്തുകൾ ഉണ്ടാവുന്നു, അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. സോ ഓവറോൾ ഐ തിങ്ക് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ഹോളിസ്റ്റിക് വ്യൂ റാദർ ദാൻ ജസ്റ്റ് ഹാവിങ് എ മയോപിക് വ്യൂ ഓൺ സയൻസ്. ഇനി മുന്നോട്ട് ഇപ്പോൾ IIT മദ്രാസിൻ്റെയും ഇന്ത്യയുടെ ഇന്നോവേഷൻ എക്കോസിസ്റ്റത്തിൻ്റെയും അടുത്ത വലിയ ലക്ഷ്യം എന്താണ്? അതുപോലെ താങ്കളുടെ പ്രൊഫഷണൽ ജേർണിയിലും. IIT മദ്രാസിന്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വി ബിലീവ് ദാറ്റ് ഈ പ്രൊവർബിയൽ ജോബ്സ് ആൻഡ് സാലറീസ് ആർ ദ തിങ്സ് ദാറ്റ് വി വോണ്ട് ടു ഹാവ് ഡിപെൻഡൻസ് ഓൺ ദ ഗവൺമെന്റ്. റെസ്റ്റ് ഓഫ് ദ തിങ്സ് വി ബിലീവ് ഷുഡ് ബി ഫണ്ടഡ് ബൈ ദ ഇൻഡസ്ട്രി ആൻഡ് ദ അലുമിനി. All these Horizon 2, Horizon 3 research areas, futuristic ones, we are very convinced that we should have funding from outside. അതിനും പല കാരണങ്ങളുണ്ട്. ഫ്ലെക്സിബിലിറ്റി ആക്ച്വലി കുറച്ചുകൂടെ കൂടുതലാണ് അലുമിനി തരുമ്പോൾ. ലൈക്ക് ഗവൺമെന്റ് ഫണ്ടിങ് കംസ് വിത്ത് എ ലോട്ട് ഓഫ് കാവിയറ്റ്സ്. ഇപ്പം 10 രൂപ ക്യാപെക്സിനും 5 രൂപ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനുമാണ്. പക്ഷെ വർഷാവസാനം കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരാളെ റിക്രൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ക്യാപെക്സിൽ നിന്ന് കുറച്ച് ഓപ്പെക്സിലേക്ക് ചെയ്യേണ്ട ഒരു ഘട്ടം വരികയാണെങ്കിൽ ഇൻ ഗവൺമെന്റ് പീപ്പിൾ ഗോ ത്രൂ പ്രോസസ്സസ് അല്ലേ, ഇറ്റ് ഗോസ് ത്രൂ മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് അപ്രൂവൽസ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. സോ ഇറ്റ് ടേക്സ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം നാച്ചുറലി. അതേസമയത്ത് ഇപ്പോൾ അലുമിനി ഫണ്ടിങ് ആണ് വരുന്നതെങ്കിൽ ആ ഒരാൾ മാത്രം കൺവിൻസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ഹി ഓർ ഷീ ഈസ് കൺവിൻസ്ഡ് ഓഫ് ദറ്റ് ഇന്റൻഷൻ ആൻഡ് ദ frameworks and all of that, they can actually give us approvals and all of those things. So നമ്മൾ പറയുന്നത് ഒരു ഇപ്പോൾ ഒരു 20-25% of the budget of the institute should ideally come from alumni, and globally we have success models. If you look at Harvard or any of those things, they are able to carry out all these things independently without any external interventions because they have this large endowment on which they are sitting, right? അതുപോലെ ഇവിടെ ഒരു എൻഡോമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ഒരു ലാർജ് എൻഡോമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരു ഉദ്ദേശമായിട്ടുള്ളത്. താങ്കളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്? എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഈ ജേർണിയിൽ this is something that wherever I am, I would like to continue and be part. The IIT Madras is also my alma mater, so there's nothing that stops me from being part of initiatives here and contributing and supporting my alma mater. So being an alumnus, as I say, it's an inalienable right that nobody can take away from you, right? Like, so അതുകൊണ്ട് തന്നെ ഏത് ഇനി മുന്നോട്ടുള്ള യാത്രയിലും വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ജോലി ചെയ്താലും അവിടെ ഇരുന്നുകൊണ്ടാണെങ്കിലും IIT മദ്രാസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികളെ എങ്ങനെ ശക്തിപ്പെടുത്താം എന്നുള്ളത് തീർച്ചയായിട്ടും ഇറ്റ് ഇസ് എ മാറ്റർ ഓഫ് ഇമ്പോർട്ടൻസ് ആൻഡ് ഇൻട്രസ്റ്റ് to me. So I will try and do whatever bit I can do in terms of helping forge partnerships with various industries or various other people and providing my own exposure and expertise in various relevant areas. I'll be happy to do that. നമ്മുടെ കോളേജുകളും സർവകലാശാലകളും ഗവേഷണ കേന്ദ്രങ്ങളും വെറും ഡിഗ്രികൾ നൽകുന്ന ഇടങ്ങളായി മാത്രം ഒതുങ്ങാതെ ഇന്നോവേഷനും ഡീപ് ടെക് റിസർച്ചിൻ്റെയും സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൻ്റെയും കേന്ദ്രങ്ങളായി മാറട്ടെ. നമ്മുടെ യുവജനത ഇവിടെ തന്നെ വലിയ വ്യവസായങ്ങൾ പണിതുയർത്തട്ടെ. പുതിയ സാങ്കേതിക വിദ്യകളും സംരംഭങ്ങളും സൃഷ്ടിച്ച് രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഭാഗമാകട്ടെ. അപ്പോൾ സയൻസ് ടോക്കിനായി സമയം കണ്ടെത്തിയതിന് വളരെയധികം നന്ദി. മുന്നോട്ടുള്ള ജേർണിയിൽ എല്ലാവിധ ആശംസകളും. Thank you so much. Thank you so much for the opportunity. I really enjoyed talking to you about all these topics. തീർച്ചയായിട്ടും കേരളത്തിൽ ഒരുപാട് ടാലന്റ് ഉണ്ട്, വളരെയധികം സ്കിൽഡ് മാൻ പവർ ഉണ്ട്. മലയാളികളാണ് ലോകത്ത് ഒരുപാട് കമ്പനികളിൽ വളരെ ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്നത്. അവരൊക്കെ അതിൽ അറ്റ്ലീസ്റ്റ് ഒരു
മോർ ദാൻ 50% ആൾക്കാരെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്ന് ഒരു ടെക്നോളജി പവർ ഹൗസ് അല്ലെങ്കിൽ ടെക്നോളജി ഒരു സിലിക്കൺ വാലി ഒക്കെ പോലെ തന്നെയുള്ള ഒരു സിസ്റ്റം ഇക്കോ സിസ്റ്റം നാട്ടിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതിന് കഴിയട്ടെ. എല്ലാവരും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സാധിക്കും. നമ്മളൊക്കെ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് അടുത്ത ഒരു ഡെക്കേഡില് ഒളിമ്പിക്സിന്റെ കേസിൽ നമ്മൾ ഫോക്കസ് ചെയ്തു, അതുകൊണ്ട് തന്നെ നമ്മൾ മെഡലുകൾ വാങ്ങാൻ തുടങ്ങി. അതുപോലെ തന്നെ നൊബേൽ പ്രൈസ് നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്ന് നിരവധി നൊബേൽ പ്രൈസ് വിന്നേഴ്സ് ഉണ്ടാവട്ടെ, ഹൈ ക്വാളിറ്റി റിസർച്ച് ഇവിടെ നടക്കട്ടെ എന്നൊക്കെയുള്ള എല്ലാ ചിന്തകളുമാണ് നമ്മൾക്കും ഉള്ളത്. സോ എനിവേസ്, താങ്ക് യു സോ മച്ച് ആൻഡ് ഹോപ്പ് that we all have the best of outcomes in this area. Thank you. Thank you. This is Science Talk. Until next time, keep asking questions, staying curious, and building a better tomorrow.